നമസ്കാരം. CA കോർപ്പറേറ്റ് ആൻഡ് അതർ ലോസിൻ്റെ ക്വിക്ക് റിവിഷൻ ക്ലാസ്സസ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ കുറേ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്, ഒത്തിരി പേര് ചോദിച്ച ടോപ്പിക്കാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ട് 1881. ഇത് CA കോർപ്പറേറ്റ് ആൻഡ് അതർ ലോസിൻ്റെ അതർ ലോസ് ലാ പാർട്ടിലാണ് വരുന്നത്. നിങ്ങൾക്കറിയാം, അതിൻ്റെ അകത്ത് കോൺട്രാക്ട് ആക്ട് ഉണ്ട്, അതുപോലെ തന്നെ ജനറൽ ക്ലോസസ് ആക്ട് ഉണ്ട്, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ബാങ്കിങ് ബന്ധപ്പെട്ടൊരു നിയമമാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ട് 1881. ഇതിൻ്റെ ഒരു ലൈവ് വീഡിയോ ആയിരുന്നു പ്ലാൻ ചെയ്യുന്നത്, പക്ഷേ അത് ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം അത് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ എങ്കിലും ഒത്തിരി കുട്ടികൾ വീണ്ടും എന്നെ വിളിച്ചിട്ട് വന്നു, സാർ എങ്കിൽ റെക്കോർഡഡ് വീഡിയോ വേണം. ഞാൻ പറഞ്ഞെങ്കിൽ ചെയ്യാം. താങ്ക്സ് ഫോർ ദ സപ്പോർട്ട്, താങ്ക്സ് ഫോർ ദ സബ്സ്ക്രിപ്ഷൻസ്. ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും അവർക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. ഈ ചാനൽ എപ്പോഴും നിങ്ങൾക്കൊരു എന്താ പറയുക, ഒരു ബുക്ക് കൊണ്ടുനടക്കുന്നത് പോലെ വളരെ എന്താ പറയുക ഒരു സപ്പോർട്ടായിരിക്കും, പ്രത്യേകിച്ച് ലോ പേപ്പർ പഠിക്കുന്നതിലും അതുപോലെ തന്നെ ഇൻഫർമേഷൻ ടെക്നോളജി, അത് എൻ്റർപ്രൈസ് ഇൻഫർമേഷൻ സിസ്റ്റംസ് പഠിക്കുന്നതിലും. ഐ ഹോപ്പ് യു വിൽ യൂട്ടിലൈസ് ദിസ് ആൻഡ് യു വിൽ റെഫർ ടു യുവർ ഫ്രണ്ട്സ് ആൻഡ് യു മേക്ക് യു അതേഴ്സ് ഓൾസോ സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ ടു സപ്പോർട്ട് ദിസ് നോബൽ കൺസെപ്റ്റ്, അല്ലേ? ഇതുപോലത്തെ നോബിളായിട്ടുള്ള കൺസെപ്റ്റ് സപ്പോർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ക്വിക്ക് റിവിഷനാണ് അത്. അതിൻ്റെ ഒരു മെത്തഡോളജിയൊക്കെ നിങ്ങൾക്ക് നല്ല അറിയാം. ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റഡി മെറ്റിലാണ് നമ്മളിപ്പോൾ റെഫർ ചെയ്ത് പോകുന്നത്. അതിൻ്റെ കോപ്പിറൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിനാണ്, നമുക്കതിൽ യാതൊരു റൈറ്റും ഇല്ല. പക്ഷേ എങ്കിലും പഠിപ്പിക്കാനുള്ള പർപ്പസിന് വേണ്ടി മാത്രം അത് റൺ ചെയ്ത് പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ട് ആണ്. അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എന്താ പറയുക ഏരിയാസ് ഡിസ്കസ് ചെയ്ത് പോകുന്ന ഒരു പാറ്റേൺ ആണ് നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നത്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കാലങ്ങൾക്ക് മുമ്പ് 1881 ഈ ആക്ട് കൊണ്ടുവന്നെങ്കിലും വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ വാണിജ്യം നടത്തുമ്പോൾ, ട്രേഡ് നടത്തുമ്പോൾ അതിന് പേയ്മെൻറ്റ് കൊടുക്കണം, അല്ലേ? സോ ആയിട്ടും പേയ്മെൻറ്റ് ക്യാഷായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ബാങ്കിങ് സംവിധാനം അന്ന് അത്രത്തോളം ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് അന്നത്തെ ആൾക്കാർ അതിന് ഇൻസ്ട്രുമെൻ്റ് രീതിയിലാണ് സാധാരണ കൊടുക്കുന്നത്. അതായത് ഒരു ആൾക്കൊരു പേയ്മെൻറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പൈസ കൊടുക്കുന്നതിന് പകരം നമ്മളതിന് ഇൻസ്ട്രുമെൻറ്റ്സ് ആയിട്ട് കൊടുക്കും. ഇൻസ്ട്രുമെൻറ്റ് ഇസ് ആസ് ഗുഡ് ആസ് മണി, അല്ലേ? കാരണം അത് ഒരു ഉറപ്പ് കൊടുക്കാൻ വേണ്ടിയാണല്ലോ നമ്മൾ ഇൻസ്ട്രുമെൻറ്റ്സ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ ആക്ടിൻ്റെ പേര് തന്നെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ട് എന്ന് പറയാൻ കാര്യം. ഇപ്പോൾ ഇൻസ്ട്രുമെൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡോക്യുമെൻ്റ് ആണ്. ഒരു ചെക്കോ പ്രോമിസറി നോട്ടോ ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് ഡോക്യുമെൻറ്റിനെ ഡീൽ ചെയ്യുന്നതുകൊണ്ടാണ് ഈ ആക്ടിൻ്റെ പേര് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന പേര് അതിൻ്റെ അകത്ത് ചേർക്കാൻ കാര്യം. നെഗോഷ്യബിൾ, ആ വാക്കിൻ്റെ അർത്ഥം എന്താണ്? നെഗോഷ്യബിൾ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. നമുക്ക് ഒരാളിൽ നിന്നും മറ്റൊരാളിലോട്ട് ആ ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫർ ചെയ്യാം. ഇപ്പോൾ എക്സ് എന്നൊരാൾ എനിക്കൊരു പേയ്മെൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ പേയ്മെൻറ്റിന് എനിക്ക് തരുന്നത് പൈസ ആയിട്ടല്ലോ, ഇൻസ്ട്രുമെൻ്റ് ആയിട്ടാണ് തരുന്നത്. ആ ഇൻസ്ട്രുമെൻറ്റ് എനിക്ക് വേറൊരു ആൾക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഫ്രീ ആയിട്ട് ഡെലിവർ ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന, ഫ്രീ ആയിട്ട് ഡെലിവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് വാണിജ്യത്തിന് യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മളിവിടെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയാൻ കാര്യം. എന്താണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് ആക്ടിൽ പറഞ്ഞിട്ടില്ല, പക്ഷേ എന്തൊക്കെയാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് എന്ന് ആക്ടിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഓവർവ്യൂ ഒക്കെയാണത്. അപ്പോൾ നമുക്ക് നേരിട്ട് തന്നെ പോവാം. ബേസിക്കലി പറഞ്ഞതുപോലെ തന്നെ ഫ്രീ ട്രാൻസ്ഫറബിലിറ്റി, എൻഡോഴ്സ്മെൻറ്റ് ആൻഡ് ഡെലിവറി, ഈ 3 വാക്ക് മറക്കരുത്. ഫ്രീ ട്രാൻസ്ഫറബിലിറ്റി, പെട്ടെന്ന് നമുക്ക് ഫ്രീ ആയിട്ട് മറ്റൊരു ഇൻസ്ട്രുമെൻ്റ് ഇല്ലാതെ തന്നെ ഈ ഇൻസ്ട്രുമെൻ്റ് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഒരു വസ്തു ട്രാൻസ്ഫർ ഉണ്ടെങ്കിൽ വലിയൊരു ഡീഡും ഒക്കെ ഉണ്ടാക്കണം. ഇതിൽ അങ്ങനെ ഡീഡൊന്നും വേണ്ട. ഇത് തന്നെ ഇൻസ്ട്രുമെൻ്റാണ്. ഈ ചെക്ക് തന്നെ, അല്ലെങ്കിൽ ഈ പ്രോമിസറി നോട്ട്, ഈ ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് തന്നെ ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫ്രീ ആയിട്ട് മറ്റൊരാൾക്ക് എൻഡോഴ്സ് ചെയ്ത് ഒപ്പിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. റൈറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. രണ്ടാമത് എൻഡോഴ്സ്മെൻറ്റ്. നേരത്തെ പറഞ്ഞ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ടെക്നിക്കലി പറയുന്ന വാക്കാണ് എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് എനിക്ക് കിട്ടേണ്ട പൈസ എനിക്ക് തന്നെ കിട്ടണം, പക്ഷേ എനിക്ക് വേറൊരാൾക്ക് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടാനുള്ള ഈ പൈസ എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻറ്റ് ഞാൻ വഴി എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് മറ്റൊരാളിലോട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. ട്രാൻസ്ഫർ ചെയ്യുന്ന രീതി വന്നിട്ട് ഡെലിവറിയാണ്. ഡെലിവറി എന്ന് വെച്ചാൽ എൻ്റെ കയ്യിലിരിക്കുന്ന ചെക്ക് ഞാനിങ്ങനെ എന്ത് ചെയ്യുന്നു? മറ്റൊരാൾക്ക് കൊടുക്കുന്നു. അപ്പോൾ റോഷൻ എന്ന് പറയുന്ന ഒരു കുട്ടിയാണ് എനിക്ക്, അല്ലെങ്കിൽ ഒരാളാണ് എനിക്ക് പൈസ തരാനുള്ള. അദ്ദേഹം ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് എനിക്ക് തരുന്നു. അപ്പോൾ റോഷൻ്റെ പേയ്മെൻറ്റ് ലയബിലിറ്റി കഴിഞ്ഞു. ഇപ്പോൾ എൻ്റെ പോക്കറ്റിലാണ് ഇതിരിക്കുന്നത്. ഞാൻ ഇതിന് എന്ത് ചെയ്യുന്നു? ഞാൻ കൊടുക്കാനുണ്ടായിരുന്ന ആൾക്കാരുണ്ട്. ഈ ഇൻസ്ട്രുമെൻറ്റ് ഞാൻ ബാക്കിൽ എൻഡോഴ്സ് ചെയ്തുകൊണ്ട് ഞാൻ അവർക്ക് കൊടുക്കുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കണ്ടില്ലേ, പേയ്മെൻറ്റ് മെത്തഡോളജി എക്കോസിസ്റ്റം വളരെ നല്ലതിലാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. നമുക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പൈസ ഇല്ലാന്ന് ഞാൻ ഉദ്ദേശിച്ചത് ക്യാഷ് അല്ല, അതാണ് കറൻസി അല്ലാതെ തന്നെ നമുക്ക് ഇൻസ്ട്രുമെൻറ്റിൻ്റെ മാർഗം വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പൈസ അടിസ്ഥാനപരമായിട്ടുള്ള ഈ ഇൻസ്ട്രുമെൻറ്റ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ കുട്ടികളെ, ഇതാണ് ഫ്രീ ട്രാൻസ്ഫറബിലിറ്റി, എൻഡോഴ്സ്മെൻറ്റ്, ഡെലിവറി. ഇത് 3 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഏറ്റവും വലിയ യൂണിക് ഫീച്ചർ. എന്താണെന്ന് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, പക്ഷേ സെക്ഷൻ 13 ഓഫ് NA ആക്ട് 1881 നിങ്ങൾ നോക്കിയെന്നുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. 3 ഇൻസ്ട്രുമെൻറ്റ്സിനെ ചേർത്താണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് എന്നുള്ളത്. എന്തൊക്കെയാണ് ആ 3 ഇൻസ്ട്രുമെൻറ്റ്? ബിൽസ് ഓഫ് എക്സ്ചേഞ്ച്, പ്രോമിസറി നോട്ട്, ചെക്ക്. ഈ 3നെയാണ് നമ്മൾ ഈ ആക്ടിൽ എന്ത് ചെയ്യുന്നത്? നമ്മൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പിക്ചറുകൾ റെപ്രസെൻറ്റേഷനാണ്.
പിന്നെ നിങ്ങൾ ഈ ആക്ട് വായിക്കുമ്പോൾ പലപ്പോഴും കാണുന്ന ഒരു വാക്കാണ് പേയബിൾ ടു ഓർഡർ, പേയബിൾ ടു ബെയറർ. ഇത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷനാണ്. ബെയറർ എന്താണ്, അതുപോലെ ഓർഡർ എന്താണ്. സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഒരു ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ ഒരു ചെക്കോ ഒരു ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് ഒരു പ്രോമിസ് നോട്ടോ ആരെ കയ്യിലിരിക്കുന്നു, അതായത് ആ എല്ലാ ഇൻസ്ട്രുമെന്റിന്റെയും നിങ്ങൾ കണ്ടില്ല, ഒരു ചെക്ക് ലീഫ് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. ഡാഷ് ടു പേ ഡാഷ് എന്ന് പറഞ്ഞിട്ട് ബെയറർ ഓർ ഓർഡർ എന്നൊക്കെ എഴുതിയിരിക്കും. അപ്പോൾ ഓർഡർ വെട്ടിയിട്ട് ബെയറർ മാത്രമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ആണ് ബെയർ ചെയ്യുക. ആരാണോ അത് ബെയർ ചെയ്യുന്നത്, ഇപ്പം ഞാനാണ് ബെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിലാണ് ഇതിരിക്കുകയാണെങ്കിൽ അയാളാണ് അതിൻ്റെ ഓണർ. അപ്പോൾ അതാണ് ഒരു പേയബിൾ ടു ബെയർ എന്ന് വെച്ചാൽ അവിടെ പേരൊന്നും എഴുതണ്ട, അല്ലെങ്കിൽ ക്യാഷ് എന്ന് മാത്രം എഴുതി ആര് തവണ കൊടുത്തോ, പക്ഷെ റിസ്ക് ഉണ്ട്. ആരെ കയ്യിൽ അത് കിട്ടിയാലും അത് അദ്ദേഹത്തിൻ്റെ ഇൻസ്ട്രുമെൻ്റ് ആവും. നേരെ മറിച്ച് ഒരു പർട്ടിക്കുലർ പാർട്ടിക്ക് മാത്രമാണ് അത് നിങ്ങൾ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നിങ്ങളൊരു പേര് എഴുതിയാൽ മതി. അപ്പോൾ അത് ഓർഡർ ഇൻസ്ട്രുമെൻ്റായി മാറും. അതായത് അദ്ദേഹത്തിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻറ്റൻറ്റ് ചെയ്യുന്നത്. സോ ബെയർ ഇൻസ്ട്രുമെൻറ്റ് ഈസ് ഓൾവേസ് എ ബെയർ ഇൻസ്ട്രുമെൻറ്റ്. ഓപ്പൺ ചെക്ക് എന്നൊക്കെ പറയില്ല. ഓപ്പൺ ചെക്ക് എന്ന് ബ്ലാങ്ക് ചെക്കാണ്. ആർക്കും ആരെ കയ്യിൽ അത് കിട്ടുന്നോ അദ്ദേഹമാണ് അതിൻ്റെ ഓണർ. നേരെ മറിച്ച് ബെയർ ഇൻസ്ട്രുമെൻ്റ് എന്ന് വെച്ചാൽ ആ ഇൻസ്ട്രുമെന്റിൽ പേര് ആരുടെ പേരിലാണ് എഴുതിയിരിക്കുന്നത്, അദ്ദേഹത്തിന് മാത്രമേ അത് എന്ത് ചെയ്യാൻ പറ്റൂ, യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അതിനെ എന്താണ് ഓർഡർ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബെയർ ഇൻസ്ട്രുമെന്റ് എന്ന് വെച്ചാൽ ആരെ കയ്യിലിരിക്കും, ഹു ഹോൾഡ്സ് ദാറ്റ് ഇൻസ്ട്രുമെന്റ് ഹി വിൽ ബി ദ ഓണർ. ഓർഡർ ഇൻസ്ട്രുമെന്റ് എന്ന് വെച്ചാൽ ആരെ പേരിലാണോ അത് എഴുതിയിരിക്കുന്നത് അദ്ദേഹമാണ് അതിന്റെ ഓണർ, അല്ലെങ്കിൽ അദ്ദേഹത്തിനാണ് അത് ഇന്റന്റ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ബെയർ ഇൻസ്ട്രുമെന്റ് എന്നും എന്താണ് ഓർഡർ ഇൻസ്ട്രുമെന്റ് എന്നും പറയുന്നത്. ബെയർ എന്ന് വെച്ചാൽ നമ്മൾ ബെയർ ചെയ്യുക എന്ന് വെച്ചാൽ ആരെ കയ്യിലാണോ അതിരിക്കുന്നത്. ഇപ്പോൾ ഞാനിത് ഇങ്ങനെ ഒരു ഇൻസ്ട്രുമെന്റ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഞാനാണ് എൻ്റെ ബെയർ, അപ്പോൾ ഞാനാണ് എൻ്റെ ഓർഡർ. എനിക്കത് വേറൊരാൾക്ക് വേണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാം. ഓർഡർ എന്ന് വെച്ചാൽ നോക്കണം ആ ഇൻസ്ട്രുമെന്റിൽ എൻ്റെ പേരുണ്ടോ എന്ന് നോക്കണം, ആരെ പേരാണ് എഴുതിക്കുന്നത് നോക്കണം. ഇപ്പോൾ അവിടെ അടുത്ത് ആൻ അല്ലെങ്കിൽ അഞ്ജു എന്നാണ് എഴുതിക്കുകയാണെന്നുണ്ടെങ്കിൽ അഞ്ജുന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആ ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം അത് ഓർഡറാണ്. അഞ്ജു അല്ലെങ്കിൽ അഞ്ജു പറയുന്ന ആൾക്ക് മാത്രമേ എന്ത് കിട്ടത്തുള്ളൂ, ആ ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതാണ് വേറെ ഇൻസ്ട്രുമെന്റും ഓർഡർ ഇൻസ്ട്രുമെന്റും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ്. പിന്നെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിന്റെ ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് ഒരു ക്ലാസ്സിൽ ബേസ് തമ്മിൽ നോക്കുന്നതാണ്. ഇറ്റ് ഷുഡ് ബി ഇൻ റൈറ്റിംഗ്, ഇറ്റ് ഷുഡ് ബി സൈൻ. ഒരിക്കലും ഓറലായിട്ട് നമുക്കൊരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, അത് എഴുതി തന്നെ ഉണ്ടാവണം. അതുകൊണ്ടാണ് ഇറ്റ് ഷുഡ് ബി ഇൻ റൈറ്റിംഗ് ആൻഡ് ഇറ്റ് ഷുഡ് ബി സൈൻഡ് എന്ന് പറയാൻ കാര്യം. ഇറ്റ് ഈസ് ഫ്രീലി ട്രാൻസ്ഫറബിൾ. അതൊക്കെ അതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഡീറ്റെയിലോട്ട് പോകണ്ട എങ്കിൽ പോലും നിങ്ങൾക്കറിയാം ബേസിക് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ഒന്ന് പഠിച്ചു പോകുന്നത് നല്ലതാണ്. ഇനി അതിൻ്റെ അകത്ത് അറിയാം സ്വാഭാവികമായിട്ടും ഒരു കോൺട്രാക്ട് വരുന്നത്, ഒരു കോൺട്രാക്റ്റിലുള്ള എല്ലാ എലിമെന്റ്സും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ഉണ്ട്. അത് കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം, ഡേറ്റ് ചെയ്തിരിക്കണം, അത് അക്സെപ്റ്റ് ചെയ്തിരിക്കണം, അത് കോമ്പീറ്റന്റ് ടു ആൾക്കാരായിരിക്കണം ചെയ്യണം, അത് സ്റ്റാമ്പ് ചെയ്തിരിക്കണം എന്നൊക്കെ ഉള്ള ബേസിക് കാര്യങ്ങളൊക്കെ ഒരു ഇൻസ്ട്രുമെന്റ്, ഒരു കോൺട്രാക്ട് ഇൻസ്ട്രുമെന്റ് ഇടപെടുന്നത് പോലെ തന്നെ ഇതിൻ്റെ അകത്തും അങ്ങനത്തെ ഡീറ്റെയിൽസ് ഉണ്ട്. ഇനി നമുക്ക് ഓരോ ഇൻസ്ട്രുമെന്റ് ആയിട്ട് ജസ്റ്റ് രണ്ട് മിനിറ്റ് വെച്ച് നോക്കിയപ്പോൾ ആദ്യത്തെ ഇൻസ്ട്രുമെന്റ് പേര് ഞാൻ പറഞ്ഞു. 3 കാര്യത്തിനാണ് നമ്മൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് പറയുന്നത്. 1 പ്രോമിസറി നോട്ട്, 2 ബിൽസ് ഓഫ് എക്സ്ചേഞ്ച്, 3 ചെക്ക്. പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത് സെക്ഷൻ 4 ഡീൽ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് മെയിനായിട്ട് നോക്കേണ്ടത് ഇറ്റ്സ് ആൻ ഇൻസ്ട്രുമെന്റ് ഇൻ റൈറ്റിംഗ്, അൺകണ്ടീഷണൽ ആയിട്ടുള്ള അണ്ടർടേക്കിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു പർട്ടിക്കുലർ എമൗണ്ട് അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അതും ഇതുപോലെ തന്നെ ഒരു പുതിയൊരു വേറെ ഇൻസ്ട്രുമെന്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഡെഫിനിഷൻ ഈ ഡെഫിനിഷൻ വന്നിട്ട് എന്ത് ചെയ്യണം, എല്ലാവരും നോക്കിയിരിക്കണം. ഇൻസ്ട്രുമെന്റ് ഇൻ റൈറ്റിംഗ് ആയിരിക്കും, അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ് ഉണ്ടാവും അതിൻ്റെ അകത്ത്, അതൊരു ഓർഡർ ഇൻസ്ട്രുമെന്റ് വേറെ ഇൻസ്ട്രുമെന്റ് ആവാം, ബേസിക്കലി അതിൻ്റെ അകത്ത് ഒരു എമൗണ്ട് കാണും. അപ്പോൾ പ്രോമിസിനോട് ഉദ്ദേശിക്കുന്നത് ഐ പ്രോമിസ് ടു പേ യു. ഇപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു എമൗണ്ട് തരാനുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു പ്രോമിസറി നോട്ട് എഴുതി തന്നാൽ ഐ പ്രോമിസ് ദാറ്റ് ഐ വിൽ പേ ദിസ് ഓൺ ദിസ് ഡേറ്റ് ഓർ ഈ ഡേറ്റ് മുമ്പ്. അപ്പോൾ അങ്ങനെ കണ്ടോ, നിങ്ങൾക്ക് ഞാൻ തരാനുണ്ടായിരുന്ന പൈസ ഞാൻ സെറ്റിൽ ചെയ്യും. ഞാൻ ക്യാഷായിട്ട് തന്നില്ലെങ്കിലും കറൻസി ആയിട്ട് തന്നില്ലെങ്കിലും ഒരു പ്രോമിസറി നോട്ട് വഴി ഞാൻ സെറ്റിൽ ചെയ്യും. ഇനി രണ്ടാമത്തെ അതിൻ്റെ കാര്യങ്ങൾ റൈറ്റിംഗിലായിരിക്കണം. അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബേസിക്സ് ആണ്. കണ്ടീഷണൽ ഓർഡർ ഒന്നും നമുക്ക് അധികം സമയങ്ങളായിട്ട് ആവശ്യമില്ല. അടുത്ത് ബിൽസ് ഓഫ് എക്സ്ചേഞ്ച്. എന്താണ് ബിൽസ് ഓഫ് എക്സ്ചേഞ്ച്? ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അഞ്ജു എന്ന് പറയുന്ന കുട്ടി എന്ന് പറയുന്ന ഒരാൾ എനിക്ക് എന്ത് ചെയ്യാനുണ്ട്, കുറച്ച് പൈസ തരാനുണ്ട്. അദ്ദേഹം പക്ഷേ പൈസ തരുന്നതിന് പകരം എന്ത് ചെയ്തു, അദ്ദേഹം ഒരു ബില്ല് എഴുതും, അല്ലെങ്കിൽ ഒരു ബില്ല് തരും. ഞാൻ ചെയ്ത സർവീസസിന് ഒരു ബില്ല് തന്നിട്ട് എന്നെ സെറ്റിൽ ചെയ്യും. ഈ ബില്ല് ഈസ് ആസ് ഗുഡ് എസ് ക്യാഷ് ആണ്. ഈ ബില്ല് ഈസ് ആസ് ഗുഡ് എസ് കറൻസിയാണ്. കാരണം എന്തുകൊണ്ടാണ്, ഈ ബില്ലും കറൻസിയും തമ്മിൽ വലിയ വ്യത്യാസമില്ല. കാരണം ഇതൊരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റാണ്. ഞാനിതുകൊണ്ട് ബാങ്കിൽ കൊടുക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഞാൻ ഒരാൾക്ക് കാണിച്ചെന്നുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം അതിൻ്റെ പേരിൽ എനിക്ക് പൈസ തരും. കാരണം എന്തുകൊണ്ടാണ്, ഇറ്റ് ഈസ് ആസ് ഗുഡ് എസ് ക്യാഷ്. അപ്പോൾ ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് എന്താണ്, അതും ഇൻസ്ട്രുമെന്റ് റൈറ്റിംഗ് ആണ്, അൺകണ്ടീഷണൽ ആണ്, സൈൻഡ് ആണ്, മേക്കർ സൈൻ ചെയ്തിട്ടുണ്ട്, അത് ഒരു പർട്ടിക്കുലർ പേഴ്സൺ ആണ്. അതുപോലെ തന്നെ ഒരു ബെയറർ ആകും, അല്ലെങ്കിൽ ഓർഡർ ഇൻസ്ട്രുമെന്റ്. ബേസിക് എല്ലാ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സിലും കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ്. പക്ഷേ ബിൽസ് ഓഫ് എക്സ്ചേഞ്ചും പ്രോമിസറി നോട്ടും ചെക്കും 3 നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ചെക്ക് മാത്രമേ ഇപ്പോൾ പ്രാക്ടിക്കലി നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. ബാക്കി 2 ഇൻസ്ട്രുമെന്റ്സും ഇപ്പോൾ പ്രാക്ടിക്കലി നമ്മൾ എന്ത് ചെയ്യാറില്ല, നമ്മളിപ്പോൾ യൂസ് ചെയ്യാറില്ല. ഇവിടെ 3 പാർട്ടീസ് ആണുള്ളത്. ഡ്രോയർ ഉണ്ട്, ഡ്രോയി ഉണ്ട്, പേ ഉണ്ട്. പ്രോമിസറി നോട്ട് ഞാൻ നീ മാത്രമേ ഉള്ളൂ, നിങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഡ്രോയറും ഡ്രോയി മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ 2 പേര് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, 3 പാർട്ടീസ് ഉണ്ട്. ഡ്രോയർ ഉണ്ട്, ഡ്രോയി ഉണ്ട്, പേ ഉണ്ട്. കാരണം പേ ചിലപ്പോൾ ഡ്രോയി തന്നെ ആയിരിക്കാം, അദ്ദേഹം തന്നെ നമുക്ക് പേ ചെയ്യുമായിരിക്കാം. പക്ഷേ എങ്കിലും മൂന്നാമതൊരു പാർട്ടി കൂടെ ഉണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ എസെൻഷ്യൽ കണ്ടീഷൻസ് ബിൽസ് ഓഫ് എക്സ്ചേഞ്ച്. ബിൽസ് ഡ്രോയി എന്ന് വെച്ചാൽ നമ്മൾ സിമ്പിളായിട്ടില്ലേ, കടയിൽ പോയിട്ട് ക്രെഡിറ്റിന് മേടിക്കുന്നത് എങ്ങനെയാണ്, പൈസയ്ക്കാണെന്നുണ്ടെങ്കിൽ നേരിട്ട് കൊടുക്കും. ക്രെഡിറ്റിന് മേടിക്കുന്നത് അദ്ദേഹം ബില്ല് തരും.
നാളൊരു ഡേറ്റിൽ ഒരു പർട്ടിക്കുലർ ഡേറ്റ് മുമ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആ പൈസ കൊടുത്തിരിക്കണം. ഇതിനാണ് നമ്മൾ ബില്ല് എന്ന് പറയുന്നത്, ബിൽസ് ഓഫ് എക്സ്ചേഞ്ച്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി പറയാം, എയും ബിയും തമ്മിലുള്ള ട്രാൻസാക്ഷനാണ്. എ ബിയിൽ നിന്നൊരു സാധനം മേടിച്ചു, പൈസ കൊടുക്കുന്നതിന് പകരം ബില്ല് കൊടുക്കുന്നു. ബിയെ സംബന്ധിച്ചുള്ളത് പൈസയ്ക്ക് തുല്യമാണ് അല്ലേ, ആ ബിയെ സംബന്ധിച്ചുള്ള ക്യാഷ് കിട്ടിയതുപോലെ തന്നെ ബിക്ക് എന്ത് ചെയ്യാം, നാട്ടുകാലത്ത് ആ ഡ്യൂ ഡേറ്റ് വരുമ്പോൾ എ എടുത്ത് കൊടുത്തിട്ടോ എന്ത് പൈസ തരാമെന്ന് പറയാം. ഇല്ലെങ്കിൽ ബിക്ക് വേണമെന്നുണ്ടെങ്കിൽ സി അപ്രോച്ച് ചെയ്തിട്ട് എനിക്ക് എ പൈസ തരാനുണ്ട്, അയാൾ തരും, നിങ്ങൾക്ക് ഇപ്പോൾ ഇത് വേണമെന്ന് ചോദിച്ചാൽ ബി ചിലപ്പോൾ നിങ്ങൾക്ക് സി നിങ്ങൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യുന്നൊരു പൈസ തന്നു വരും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എയും ബിയും സി എടുക്കുന്നുണ്ടെങ്കിൽ എ വന്നിട്ട് ആ ബില്ലെഴുതി ആര് കൊടുക്കുന്നു, ബിക്ക് കൊടുക്കുന്നു, ബിക്ക് പൈസ കിട്ടിയതിന് തുല്യമാണ്. ബി ഒന്നേ മെച്യൂരിറ്റി ഡേറ്റ് ആകുമ്പോൾ എ എടുത്ത് പോവാ, അദ്ദേഹം പൈസ തരും. ഇല്ല ഇടയ്ക്ക് വെച്ച് നിങ്ങൾക്ക് പൈസ ആണെങ്കിൽ ബി വേണമെന്നുണ്ടെങ്കിൽ സീൻ്റെ അടുത്ത് പോവുക, സി അത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ സി എക്ക് വേണ്ടി നിങ്ങൾക്ക് ആ പൈസ തരും. അപ്പോൾ ഇതാണ് ഈ ഒരു ട്രാൻസാക്ഷൻ്റെ ഒരു സർക്കിൾ എന്ന് പറയുന്നത്. പ്രാക്ടിക്കലി ഇതൊക്കെ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ എന്താ പറയുക, ട്രേഡ് അസോസിയേഷനിലേക്ക് ഇപ്പോഴും ഉണ്ടെങ്കിലും എന്താണ് ഇപ്പോൾ ഓൺലൈൻ ബാങ്കിങ് സെക്ടർ അത്രത്തോളം സ്ട്രോങ് ആയതുകൊണ്ട് ഇൻസ്ട്രുമെൻസിൻ്റെ ഉപയോഗം, ടെക്നോളജി വന്നപ്പോൾ ഇൻസ്ട്രുമെൻസിൻ്റെ ഉപയോഗം കമ്പാരിറ്റീവ്ലി അത്ര ഇല്ല എന്നുള്ളതാണ് സത്യം. എങ്കിലും 3 പാർട്ടി ഡ്രോയി പേ എന്നൊക്കെ നോക്കുക. അടുത്ത് അപ്പോൾ ഈ ഒരു പിക്ചർ നോക്കിയെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും അല്ലേ, നമ്മൾ ആ പിക്ചർ വളരെ ക്ലിയർ ആയിട്ട് തന്നെ എന്താണ് ഇൻസ്ട്രുമെന്റ് പറയുന്നത്, പ്രോസസ് ഓഫ് ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് എങ്ങനെയാണെന്നുള്ളത് പറയുന്നത് ആ പിക്ചർ നിലയിൽ നോക്കുക അല്ലേ. അത് നോക്കുന്നത് സാം എന്നുള്ള ഒരു സാധനം മേടിക്കുന്നു, ഗുഡ്സ് മേടിക്കുന്നു, അപ്പോൾ അതിൻ്റെ ഒരു ഡ്രോയ്ക്ക് ബില്ല് കൊടുക്കുന്നു, ആ ബില്ല് അക്സെപ്റ്റ് ചെയ്യുന്നു, അതിങ്ങനെ തിരിച്ച് മെച്യൂർ ഡേറ്റ് ആകുമ്പോൾ പൈസ ആയിട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പാറ്റേൺ ആണ് അതിൻ്റെ അകത്ത് ഫോളോ ചെയ്യുന്നത്. പൊതുവെ കുട്ടികൾ പഠിക്കേണ്ട ചില ബേസിക് ഇന്റർമീഡിയറ്റ് ലെവലായിട്ട് തന്നെ പ്രോമിസ് നോട്ട് എന്താണ്, ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് ഡിഫറൻസ് എന്താണ്, അതൊക്കെ ജസ്റ്റ് നോക്കി പോകുന്നതല്ലാണ്. അത്രത്തോളം എക്സാം പോയിന്റ് ഓഫ് വ്യൂ വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. കാരണം പൊതുവേ നെഗോഷിയേഷൻ സൈക്കിൾ എല്ലാവരും തുടക്കം നല്ല രീതിയിൽ പഠിക്കും, പക്ഷേ അവസാനം അങ്ങോട്ടും വിടും. അങ്ങനെയല്ല ശരിക്കും പഠിക്കുന്നത്. തുടക്കം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല, ബേസിക്സ് ആണ് വായിച്ചു പോയാൽ. പക്ഷേ അഡ്വാൻസ്ഡ് ഏരിയ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൂടുതലും സമയവും അല്ലെങ്കിൽ കൂടുതലും ആപ്ലിക്കേഷൻ പരമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് പഠിക്കുന്നത്. അടുത്തത് ചെക്കാണ്. ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള ഒരു വാക്കാണ് ചെക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബേസിക് ഇൻസ്ട്രുമെന്റ് ബാങ്കിങ് ട്രാൻസാക്ഷനിൽ, അല്ലെങ്കിൽ നിങ്ങൾ കോളേജിൽ പഠിച്ചപ്പോഴോ അല്ലെങ്കിൽ ഇപ്പോൾ പഠിക്കുമ്പോഴൊക്കെ, ഇപ്പോൾ ഡെബിറ്റ് കാർഡ്, ATM കാർഡും ക്രെഡിറ്റ് കാർഡും ഒക്കെ വന്നു, എങ്കിൽ പോലും ചെക്ക് കമ്പാരിറ്റീവ്ലി നമ്മളെ സംബന്ധിച്ചോളം ഒരു അടുത്ത് നിൽക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റാണ്. അപ്പോൾ ചെക്ക് ബേസിക്കലി എന്താണ്, ചെക്ക് ബേസിക്കലി ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ചാണ്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് പോലെയാണ് അത്. ഡ്രോൺ ഓൺ എ സ്പെസിഫൈഡ് ബാങ്കർ, പേയബിൾ ഓൺ ഡിമാൻഡ്. ഈ 2 പോയിന്റ് മാർക്ക്. ചെക്ക് വരുമ്പോൾ എപ്പോഴും ഒരു ബാങ്ക് വരും. കാരണം ഒരു ചെക്ക് ബുക്കും സ്വന്തം ഇപ്പോൾ ബിലുവിൻ്റെ പേരിൽ, അനുവിൻ്റെ പേരിൽ, ബിലുവിൻ്റെ പേരിൽ, മഹേഷിൻ്റെ പേരിൽ അങ്ങനെ ഇങ്ങനെ ചെക്ക് എഴുതാൻ പറ്റത്തില്ല. ചെക്ക് എപ്പോഴും നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യുന്ന ഏതിലാണ്, ബാങ്ക് തരുന്നൊരു ചെക്ക് ബുക്കിലാണ്. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഇത് ക്യാഷ് ആക്കുന്നത് എവിടെ നിന്നാണ്, ബാങ്കിൽ നിന്നാണ്. അപ്പോൾ ബാങ്കാണ് അതിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയ കീ റോൾ പ്ലേ ചെയ്യുന്നത്. മറ്റ് 2 ഇൻസ്ട്രുമെൻസിലും ബാങ്ക് അധികം പ്ലേ ചെയ്യാറില്ല. പക്ഷേ ചെക്കിനെ സംബന്ധിച്ചുള്ള ബാങ്ക് ഈസ് വെരി ക്രൂഷ്യൽ പ്ലെയർ, ബിക്കോസ് അൾട്ടിമേറ്റ്ലി എ ചെക്ക് ഈസ് ഓൾവേസ് ഡ്രോൺ ഓൺ എ പർട്ടിക്കുലർ ബാങ്ക്. ബാങ്കിൻ്റെ അടുത്താണ് പറയുന്നത് ബിലുവിന് കൊടുക്കൂ, ബിലുവിന് ഈ പൈസ ഇന്ന ദിവസം നമുക്ക് കൊടുക്കുന്നു, ബാങ്കിനാണ് നമ്മൾ ഇൻസ്ട്രക്ട് ചെയ്യുക. അത് പേബിൾ ആൻഡ് ഡിമാൻഡ്. ഓൾറെഡി എന്നെ വീട്ടിൽ വിളിച്ച് ചെക്ക് പാസ്സാക്കി തരേണ്ട ദൗത്യമായിരിക്കില്ല ബാങ്കിലില്ല. നീ അത് കൊണ്ടുപോകുമ്പോൾ വെൻ ഐ ഗോ ആൻഡ് പ്രസന്റ് ബിഫോർ ദ ബാങ്ക്, അപ്പോഴാണ് ബാങ്ക് എന്ത് ചെയ്യേണ്ടത്, ബിലുവിന് പൈസ കൊടുക്കേണ്ടത്. അതുകൊണ്ട് എനിക്ക് റോഷൻ എന്ന ഒരാൾ എനിക്ക് കുറച്ച് പൈസ തരാനുണ്ട്, അതിന് വരെ അയാൾ ചെക്ക് എഴുതി തരും. പൈസയ്ക്ക് തുല്യമാണ് ആ ചെക്ക് അല്ലേ. എന്നെ സംബന്ധിച്ചോളം ഞാൻ വീട്ടിൽ വെച്ചുകൊണ്ടിരുന്നാൽ മതി. എന്താണ്, എനിക്ക് പൈസ ആവശ്യമുള്ളപ്പോൾ ആ പർട്ടിക്കുലർ ടൈം ലിമിറ്റിന് മെച്യൂരിറ്റി ഡേറ്റ് മുമ്പായിട്ട് ഞാൻ ബാങ്കിൽ പോയാൽ ബാങ്ക് റോഷന് വേണ്ടി പൈസ തരും. ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ചെക്ക് എന്ന് പറയാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ ചാറ്റിലോ വാട്സപ്പിലോ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. എങ്കിലും ഇതൊക്കെ ബേസിക്സ് കൺസെപ്റ്റാണ്. പക്ഷേ ഞാൻ പറഞ്ഞത് മനസ്സിലായി, മലയാളത്തിൽ അത് വ്യക്തമായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ മനസ്സിലായി പോകണം. അപ്പോൾ അതിൻ്റെ അകത്തുള്ള പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ചെക്ക് ഇലക്ട്രോണിക് ഫോമിലാണ്. അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അതൊക്കെ പഴയ കാലമായി എങ്കിൽ പോലും പ്രതീക്ഷിക്കാം. എന്താണ്, ഒരു 2018 അമെൻഡ് ചെയ്തിട്ടുണ്ട്, 2012 അമെൻഡ് ചെയ്തിട്ടുണ്ട്, 2015 അമെൻഡ് ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും എന്ത് ചെയ്യണം, ചെക്ക് ട്രങ്ക്വേറ്റഡ് ഫോം എന്ന് പറയും. ഇലക്ട്രോണിക് ഫോമിൽ ഇപ്പോൾ ചെക്ക് പറ്റും. ചെക്ക് ക്ലിയറിന് അയക്കുമ്പോൾ പണ്ട് കൊറിയറായിട്ട് അയച്ചു കൊടുക്കും, പോസ്റ്റിൽ അയച്ചു കൊടുക്കും. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അത് സ്കാൻ ചെയ്ത് അതിൻ്റെ ഇമേജ് മെയിലായിട്ട് അയച്ചു കൊടുക്കുമ്പോൾ തന്നെ മറ്റേ ബാങ്കിൽ നിന്ന് പൈസ തരുന്നു. അപ്പോൾ ക്ലിയറിംഗ് പർപ്പസിനാണ് പൊതുവെ നമ്മൾ ട്രങ്ക്വേറ്റഡ് ചെക്ക്, അല്ലാന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിക് ചെക്ക്, ഇലക്ട്രോണിക് റിസോഴ്സ് ചെക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്കിപ്പോൾ ലീഗലൈസ് ചെയ്തിട്ടുണ്ട്. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് വന്നുകൊണ്ട് തന്നെ ട്രങ്ക്വേറ്റഡ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് അല്ലെങ്കിൽ സ്കാൻഡ് ചെക്ക് ലീഫും ഇപ്പോൾ എന്താണ്, വാലിഡ് ആണ്. അപ്പോൾ അത് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ അതേപോലെ തന്നെ 3 പാർട്ടീസ് ഉണ്ട്. ഡ്രോയർ ഉണ്ട്, ഡ്രോയി ഉണ്ട്, അതുപോലെ തന്നെ പേയ് ഉണ്ട്. പേയ് പൊതുവെ എപ്പോഴും എന്തായിരിക്കും, ഒരു ബാങ്ക് ആയിരിക്കും. അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇവിടെ വരെ പറയുമ്പോൾ എങ്ങനെ പഠിക്കണം, ബേസിക്സ് 3ൻ്റെയും ഡെഫിനിഷൻ പഠിക്കണം. പ്രോമിസറി നോട്ടിൻ്റെയും അതുപോലെ ബിൽസ് ഓഫ് എക്സ്ചേഞ്ചിൻ്റെയും അതുപോലെ തന്നെ ചെക്കിൻ്റെയും ഡെഫിനിഷൻ പഠിക്കുക. 3ൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുക. എന്നിട്ട് ഈ 3ഉമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഡിഫറൻസ് പഠിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇതുവരെ നിങ്ങൾ നോക്കേണ്ട ഏരിയാസ്. അപ്പോൾ ഒന്നൊരു പറയാം, 3 ഇൻസ്ട്രുമെൻസിൻ്റെ ഡെഫിനിഷൻ പഠിക്കുക, 3 ഇൻസ്ട്രുമെൻസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുക, 3 ഇൻസ്ട്രുമെൻറ്റ്സ് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പഠിക്കുക. പിന്നെ പേര് പഠിക്കും, ഡ്രോയർ ആരാണ്, ഡ്രോയി ആരാണ്, അതുപോലെ തന്നെ പേയ് ആരാണ്. ഇങ്ങനെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി കഴിയുമ്പോൾ ആ ഏരിയ എന്ത് ചെയ്യും, നമുക്ക് തരും. എൻ്റെ മോഡലൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. ചെക്ക് ബുക്ക് ഇപ്പോൾ എല്ലാവരും വീട്ടിലും കാണും അല്ലേ, ഒന്ന് നോക്കിയെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ഏരിയ നമുക്ക് അത്രയും മതി. ഇനി നമുക്ക് എന്താണ് അടുത്ത ഏരിയയിലോട്ട് നമുക്ക് നോക്കാം. അപ്പോൾ അവിടെ ഒന്നും വലിയ ആവശ്യമുള്ളൂ. ഇനി നമ്മൾ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ്, പേയ്മെൻറ്റ് ഡ്യൂ കോഴ്സ് എന്നുള്ള കാര്യങ്ങളാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്.
അടുത്ത ഏരിയ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സുമാണ്. നമുക്ക് കമ്പാരിറ്റീവിൻ്റെ ഞാൻ പറഞ്ഞു ആരാണോ ഒരു ഇൻസ്ട്രുമെൻറ്റ് ഹോൾഡ് ചെയ്യുന്നത് അദ്ദേഹത്തിനെയാണ് നമ്മൾ ഹോൾഡർ എന്നും സെക്ഷൻ 8 അതാ പറഞ്ഞത് ഹൂ ഈസ് എൻറ്റൈറ്റിൽ ടു ദ പൊസഷൻ ഓഫ് എൻ ഇൻസ്ട്രുമെൻറ്റ്, അദ്ദേഹമാണ് അതിൻ്റെ ഹോൾഡർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റ് ഉണ്ട് ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് എന്ന് വെച്ചാൽ. ആ വാക്കുണ്ട് ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ്, അതായത് ഞാൻ ഹോൾഡ് ചെയ്യുന്നു, എനിക്ക് ശേഷം ഹോൾഡ് ചെയ്യുന്നതിനെയാണ് നമ്മളെന്ന് പറയുന്നത് ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് എന്ന് പറയുന്നത്. ഈ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് എന്ന് പറയുമ്പോൾ ആര് വേണോ ഒരു ലീഗൽ കൺസിഡറേഷനിൽ എന്നിൽ നിന്നും ആ ഇൻസ്ട്രുമെൻറ്റ് മേടിക്കുന്ന എല്ലാവരെയും, അല്ലെങ്കിൽ എന്താ ഗുഡ് ഫെയ്ത്തിൽ ബോണഫൈഡ് ആയിട്ട് ഗുഡ് ടൈറ്റിലിന് ഗുഡ് കൺസിഡറേഷനിൽ മേടിക്കുന്ന ആരെയും നമുക്ക് എന്തെന്ന് പറയാം, നമുക്ക് ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് പറയാം. അപ്പോൾ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് എന്ന് വെച്ചാൽ ഹൂ ഈസ് ഹോൾഡിംഗ് ദാറ്റ് ഇൻസ്ട്രുമെൻറ്റ് ഇൻ ഡ്യൂ കോഴ്സ് ഇൻ ഫ്യൂച്ചർ. അപ്പോൾ എനിക്ക് ഇൻസ്ട്രുമെൻറ്റ് തന്നു, ഞാൻ ഇപ്പോൾ ബിക്ക് കൊടുക്കുന്നു, ബി സിക്ക് കൊടുക്കുന്നു, ഇങ്ങനെ ഭാവിയിലുള്ള ഈ ഇൻസ്ട്രുമെൻറ്റ് ഹോൾഡ് ചെയ്യാൻ സാധ്യതയുള്ള ആൾക്കാരെയാണ് നമ്മളെന്ന് പറയുന്നത് ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ്. അപ്പോൾ ഒന്നുകൂടി ആ ചെയിൻ കറക്റ്റായിട്ട് മനസ്സിലാക്കണം. ഇൻസ്ട്രുമെൻറ്റ് ബിക്ക് കൊടുത്തു, ബി ആ ഇൻസ്ട്രുമെൻറ്റ്, ബി ആണ് മെയിൻ ആളല്ലേ, എ ആണ് പൈസ തരേണ്ടത്, അതുകൊണ്ട് തന്നെ അദ്ദേഹം പൈസയ്ക്ക് പകരം ഒരു ഇൻസ്ട്രുമെൻറ്റ് തരുന്നു, അത് ബിക്കാണ് കൊടുക്കുന്നത്. ബി ആണ് അത് യൂസ് ചെയ്യേണ്ടത്, സമ്മതിച്ചു. പക്ഷേ ബി എന്ത് ചെയ്യുന്നു, ബി സിക്ക് കടം കൊടുക്കാനുണ്ടായിരുന്നു, അതുകൊണ്ട് സിക്ക് കൊടുത്തു. സി ഡിക്ക് കൊടുക്കാനുണ്ടായിരുന്നു, സി അതുകൊണ്ട് ആ ഇൻസ്ട്രുമെൻറ്റ് അങ്ങോട്ട് കൊടുത്തു. കണ്ടോ, എനിക്ക് ശേഷമുള്ള ബിക്ക് ശേഷമുള്ള സിയും ഡി ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ്. അവർ വാലിഡ് കൺസിഡറേഷന് ജെന്യുവനായിട്ട് ഗുഡ് ഫെയ്ത്ത് ആയിട്ട് ഈ ഇൻസ്ട്രുമെൻറ്റ് മേടിക്കുകയാണെങ്കിൽ അതിന് മുമ്പുള്ള ടൈറ്റിൽസ്, എൻ്റെ ടൈറ്റിലോ അല്ലെങ്കിൽ സിയുടെ ടൈറ്റിലോ ഡിയെ ബാധിക്കത്തില്ല. കാരണം എന്താണ്, ഡിയെ സംബന്ധിച്ചോളം അദ്ദേഹം ഒരു ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ആണ്, ഫ്യൂച്ചറുള്ള ഒരു ഹോൾഡറാണ്. അപ്പോൾ അദ്ദേഹം അതിന് മുമ്പുള്ള ആൾക്കാരുടെ ടൈറ്റിൽ, എയുടെയോ ബിയുടെയോ സിയുടെയോ ടൈറ്റിൽ അദ്ദേഹത്തിന് ബാധിക്കത്തില്ല. അദ്ദേഹത്തിന് ഗുഡ് ടൈറ്റിൽ കിട്ടും, പ്രൊവൈഡഡ് അദ്ദേഹം അത് ഗുഡ് ഫെയ്ത്തിൽ വാല്യുബിൾ കൺസിഡറേഷന് മേടിച്ചെടുക്കണം. ഈ ഒരു കൺസെപ്റ്റിനെ അല്ലെങ്കിൽ നെഗോഷ്യബിലിറ്റി ഇങ്ങനെ ഒരാളിൽ നിന്ന് മറ്റൊരാളോട്ട് കൈമാറി പോകുന്നതിനെയാണ് നമ്മളെന്ന് പറയുന്നത് ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ്. അപ്പോൾ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സിൻ്റെ കുട്ടികളെ വേറെ ഒന്നുമല്ല, whoever holds the instrument in future, but they should obtain that instrument in good faith and for a valid consideration. അപ്പോൾ അതിനെയാണ് നമ്മൾ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രിവിലേജ് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് മുമ്പ് ആരൊക്കെയാണോ ആ ഇൻസ്ട്രുമെൻറ്റ് കൈമാറിപ്പോയത്, ആര് വഴിയാണോ കൈമാറിപ്പോയത്, അല്ലെങ്കിൽ ആര് വഴിയാണോ അത് കൈമാറ്റം ചെയ്യപ്പെട്ടത്, അവരുടെ ഒന്നും ബാഡ് ടൈറ്റിലിനെ അയാളെ സംബന്ധിച്ചോളം ബാധിക്കത്തില്ല. അദ്ദേഹം ജെന്യൂനായിട്ട് അദ്ദേഹം ഗുഡ് ഫെയ്ത്തിൽ ആ ഇൻസ്ട്രുമെൻറ്റ് എടുത്തിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് പ്രിവിലേജ് കിട്ടും. അദ്ദേഹം അത് ബാങ്കിൽ കൊണ്ടു കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെ പൈസ കിട്ടിയേ പറ്റൂ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് എന്ന് പറയുന്നത്. എസെൻഷ്യൽസ് ഓഫ് ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ഞാൻ ഇപ്പോൾ പറഞ്ഞു, HDC എസെൻഷ്യൽസ് ഓഫ് ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് വളരെ ക്ലിയർ ആണ്. വാല്യുബിൾ കൺസിഡറേഷൻ ആയിരിക്കണം, അദ്ദേഹം മേടിച്ചിരിക്കേണ്ടത് ഒരു ജെന്യൂൻ ട്രാൻസാക്ഷൻ ബേസ് ചെയ്തിട്ടായിരിക്കണം, അദ്ദേഹം ഫ്രോഡൊന്നും കാണിക്കാൻ പാടില്ല, അദ്ദേഹം ഗുഡ് ഫെയ്ത്തിലാണ് അത് ഇൻസ്ട്രുമെൻറ്റ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പ്രിലിമിനറി ഫീച്ചേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഗുഡ് ടൈറ്റിൽ, ഈവൻ ദോ ദ ഏർലിയർ ഹോൾഡേഴ്സ് ഹാവ് എ ബാഡ് ടൈറ്റിൽ, ഹി വിൽ ഗെറ്റ് എ ഗുഡ് ടൈറ്റിൽ. അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ്. ഈ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ഇതിൻ്റെ ഇടയിലുള്ള ആ തിയറിയൊന്നും വലിയ ആവശ്യമില്ല, വായിച്ചു വിട്ടാൽ മതി. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ അദ്ദേഹം ബാങ്കിൽ കൊണ്ട് ഈ ചെക്കോ ഈ ഇൻസ്ട്രുമെൻറ്റോ കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് എന്ത് ചെയ്യണം, പൈസ കിട്ടണം. അതുകൊണ്ടാണ് അതിനെ പേയ്മെൻറ്റ് ഇൻ ഡ്യൂ കോഴ്സ് എന്നും കൂടെ നമ്മൾ തൊട്ടടുത്ത സെക്ഷൻ 9 ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ്, തൊട്ടടുത്ത സെക്ഷനാണ് സെക്ഷൻ 10, അതാണ് പേയ്മെൻറ്റ് ഇൻ ഡ്യൂ കോഴ്സ്. എന്താണ് പേയ്മെൻറ്റ് ഡ്യൂ കോഴ്സ്? ബാങ്കിനെ സംബന്ധിച്ചോളം ആ ചെക്ക് വായിച്ചു നോക്കുമ്പോൾ അതിൽ എന്താണോ എഴുതിയിരിക്കുന്നത്, അപ്പാരന്റ് ടെനർ എന്ന് പറയും, ആ ചെക്കിന്റെ ഫേസിൽ എന്ത് എഴുതിയിരിക്കുന്നു ആ ഇൻസ്ട്രക്ഷനെ ബേസ് ചെയ്തിട്ട് ഈ വരുന്ന ആൾക്ക് പൈസ കൊടുക്കും. കാരണം അദ്ദേഹം ആരാണ്, ഒരു ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ആയിരിക്കാം, ബാങ്ക് അത് പേയ്മെന്റ് ഇൻ ഡ്യൂ കോഴ്സ് എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് അതിന്റെ പേയ്മെന്റ് കറക്റ്റായി കൊടുത്തേക്കും, ഇറസ്പെക്റ്റീവ് ഓഫ് വാട്ട് എവർ ബി ദ ബാഡ് ടൈറ്റിൽ. അപ്പോൾ ബാങ്കിനെ സംബന്ധിച്ചോളം ഒരു ഇൻസ്ട്രുമെന്റ് ഫേസിൽ എഴുതിയിരിക്കുന്നത് എന്താണോ അത് ബിലീവ് ചെയ്തുകൊണ്ട്, അത് മനസ്സിലാക്കിക്കൊണ്ട്, അതിനെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് പേയ്മെന്റ് കൊടുക്കണം എന്നാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഡി ഉണ്ടല്ലോ അല്ലേ, ഡി ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ആണ്. അദ്ദേഹം ഒരു പാവമാണ്, അതിന് മുമ്പുണ്ടായിരുന്ന ആൾക്കാരുടെ ബാഡ് ടൈറ്റിലൊന്നും അദ്ദേഹം അറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം ബാങ്കിൽ കൊണ്ടുകൊടുത്താൽ ആ ചെക്കിന്റെ ഫേസിൽ എന്തൊക്കെയാണോ ഇൻസ്ട്രക്ഷൻസ് ഉള്ളത് അതിനെ ബേസ് ചെയ്തിട്ട് ബാങ്ക് പേയ്മെന്റ് കൊടുത്തിരിക്കണം. അങ്ങനെ ബാങ്ക് പേയ്മെന്റ് കൊടുത്തിരിക്കണം എന്ന് പറയുന്ന ആശയത്തിനാണ് നമ്മൾ എന്ന് പറയുന്നത് പേയ്മെന്റ് ഇൻ ഡ്യൂ കോഴ്സ്. അപ്പോൾ പേയ്മെന്റ് ഡ്യൂ കോഴ്സ് എന്ന് വെച്ചാൽ ഗീവ് ദ പേയ്മെന്റ് ആസ് പെർ ദ ഇൻസ്ട്രക്ഷൻസ് സ്റ്റേറ്റഡ് ഇൻ ദ ഇൻസ്ട്രുമെന്റ്. എല്ലാത്തിലും ഗുഡ് ഫെയ്ത്ത് മറക്കരുത്. നെഗോഷ്യബിൾസിൻ്റെ ഏറ്റവും വലിയ ശത്രു എന്നുള്ള ഫ്രോഡും ഫോർജറിയുമാണ്. അതൊഴികെ ഗുഡ് ഫെയ്ത്ത് ഉള്ള എല്ലാ ട്രാൻസാക്ഷനും അതാത് ആൾക്കാർക്ക് കറക്റ്റായിട്ട് എന്ത് കിട്ടും, പേയ്മെന്റ്സ് കിട്ടും. ബെയർ ഇൻസ്ട്രുമെന്റ്, ഓർഡർ ഇൻസ്ട്രുമെന്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അടുത്തത് ഇൻലാൻഡ് ഇൻസ്ട്രുമെന്റും ഫോറിൻ ഇൻസ്ട്രുമെന്റാണ്. അതിന് നല്ലൊരു പിക്ചർ വരച്ചിട്ടുണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ വളരെ ക്ലിയർ ആയിട്ട് പിക്ചർ വരച്ചിട്ടുണ്ട്. അത് പൊതുവെ ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയയാണ്. എന്താണ് ഇൻലാൻഡ് ഇൻസ്ട്രുമെന്റും അതുപോലെ തന്നെ എന്താണ് ഫോറിൻ ഇൻസ്ട്രുമെന്റ്, സെക്ഷൻ 11 12. ഇൻലാൻഡ് ഇൻസ്ട്രുമെന്റ് എന്ന് വെച്ചാൽ ഇന്ത്യയിൽ തന്നെ ഡ്രോ ചെയ്ത് ഇന്ത്യയിൽ തന്നെ പേ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റിനെയാണ് നമ്മളെന്ന് പറയുന്നത് ഇൻലാൻഡ് ഇൻസ്ട്രുമെന്റും. എന്നാൽ ഇന്ത്യയിലല്ല ഡ്രോ ചെയ്യുന്നത്, പേ ചെയ്യുന്ന ചിലപ്പോൾ ഇവിടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഇന്ത്യയിലാണ് ഡ്രോ ചെയ്യുന്നത് പക്ഷെ ഇവിടെ അല്ല പേ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഏതെങ്കിലും ഒന്ന് ഫോറിൻ സ്ഥലത്താണെന്നുണ്ടെങ്കിൽ അതിന് നമ്മളെന്ന് പറയും ഫോറിൻ ഇൻസ്ട്രുമെന്റ്. ഒന്നിട്ട് പറയാം
ഇൻലാൻഡ് ഇൻസ്ട്രുമെന്റ് രണ്ടും അല്ലേ, രണ്ടും ഡ്രോ ചെയ്യുന്നതും പേ ചെയ്യുന്നതും ഇന്ത്യയിലാണ്. ഫോറിൻ ഇൻസ്ട്രുമെന്റ് എന്ന് വെച്ചാൽ ഡ്രോ ചെയ്യുന്നത് ചിലപ്പോൾ ഇന്ത്യയിലായിരിക്കത്തില്ല, പേ ചെയ്യുന്നത് ചിലപ്പോൾ ഇന്ത്യയിലായിരിക്കും, അല്ലെങ്കിൽ ഡ്രോ ചെയ്യുന്നത് ചിലപ്പോൾ ഇന്ത്യയിലായിരിക്കും, പക്ഷേ പേ ചെയ്യുന്നത് ഇന്ത്യയിലായിരിക്കത്തില്ല. അങ്ങനെ ഫോറിൻ ടച്ചുള്ള, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ ഫോറിൻ ടച്ചുള്ള ഇൻസ്ട്രുമെന്റിനെ നമ്മളെന്ന് പറയുന്നത് എന്താണ്, ഫോറിൻ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് ഇതൊക്കെ ക്വിക്ക് റിവിഷനിൽ ഇതൊന്ന് അറിഞ്ഞു പോയാൽ മതി. ഇതൊന്ന് ക്ലാസ് കേട്ടതിന് ശേഷം കുട്ടികൾ എന്ത് ചെയ്യണം, വീട്ടിലിരുന്ന് ഒരു 2 മണിക്കൂർ നെഗോഷിയേഷൻ ഇൻസ്ട്രുമെൻറ്റ്സിന് വേണ്ടി ചിലവാക്കുക, പഠിക്കുക. എന്നിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ RTPയിലോ പ്രൈവറ്റ് ബുക്സിലോ നിങ്ങളുടെ ലേൺഡ് ഫാക്കൽറ്റീസ്, നിങ്ങൾ ക്ലാസ്സിന് പോയിട്ടുള്ള ഫാക്കൽറ്റീസ് തരുന്ന നോട്ടിലെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ കയ്യിൽ ഒതുങ്ങുന്ന കാര്യമുള്ളൂ അല്ലേ. അടുത്ത രണ്ട് ടൈപ്പ് വേറെ ഇൻസ്ട്രുമെൻ്റ് ആണ്, ഇൻഷോഗേറ്റ് ഇൻസ്ട്രുമെൻറ്റും ആംബിഗ്യൂസ് ഇൻസ്ട്രുമെൻറ്റ്. ഇൻഷോഗേറ്റ് ഇൻസ്ട്രുമെൻ്റ് എന്ന് വെച്ചാൽ അത് ഇൻകംപ്ലീറ്റ് ആണ്, ഒന്നീ സൈൻ കാണത്തില്ല, അല്ലെങ്കിൽ ഡേറ്റ് കാണത്തില്ല, പൊതുവെ അങ്ങനെ വരത്തില്ല, പക്ഷേ എങ്കിൽ ഏതെങ്കിലും രീതിയിൽ അല്ലെങ്കിൽ സ്റ്റാമ്പ് ചെയ്ത് കാണത്തില്ല, അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഇൻസ്ട്രുമെൻറ്റ് എന്ത് ചെയ്യുക, ഇൻകംപ്ലീറ്റ് ആണെങ്കിൽ ആ ഇൻസ്ട്രുമെൻറ്റ് നമ്മളെന്ന് പറയുന്നത് ഇൻഷോഗേറ്റ് ഇൻസ്ട്രുമെൻറ്റ് എന്ന് പറയുന്നത്. ആംബിഗ്യൂസ് ഇൻസ്ട്രുമെൻറ്റ് എന്ന് വെച്ചാൽ ഒരു ഇൻസ്ട്രുമെൻറ്റ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണോ പ്രോമിസ് നോട്ടാണോ എന്ന് പോലും കൺഫ്യൂഷൻ ഉണ്ടാകുന്ന രീതിയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെൻറ്റാണ് നമ്മളെന്ന് പറയുന്നത് ആംബിഗ്യൂസ് ഇൻസ്ട്രുമെൻറ്റ്. കുട്ടികളെ ഇതൊക്കെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ 2020 ഇരിക്കുന്നത് മറക്കരുത്. ഇത് നടന്നത് 1881 ലോ ആണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് അന്നത്തെ കാലത്തേക്ക് വേണ്ടിയാണ് ഈ സെക്ഷൻസ് എല്ലാം ഉണ്ടാക്കി. ഇന്നിപ്പോൾ ഇതൊന്നുമല്ല അല്ലേ. ഇന്ന് ബാങ്ക് ട്രാൻസ്ഫർ, നെഫ്റ്റ്, RTGS സിസ്റ്റം, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് എന്നൊക്കെ പറഞ്ഞ് PayTM ആയി, മൊബൈൽ ബാങ്കിങ് ആയി, അല്ലെങ്കിൽ ഗൂഗിൾ പേ ആയി, നമ്മൾ വേറൊരു വേൾഡിലാണ് ജീവിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ സ്ട്രിക്ട്ലി സ്പീക്കിംഗ് ഇത് ബേസിക് ആയിട്ട് മാത്രം കണ്ടാൽ മതി, പഴയ നമ്മുടെ ബേസിക്സ് കൺസെപ്റ്റ്സ് മാത്രമായിട്ട് കണ്ടാൽ മതി. അല്ല ഇതിൻ്റെ അകത്തൊരുപാട് തല പോയിച്ച് നിങ്ങൾ റിസർച്ച് എടുക്കേണ്ട ആവശ്യം ഇല്ല. എങ്കിലും അത് പറയേണ്ട വേണ്ടി പൊതുവെ എല്ലാ എക്സാമിനും ഞാൻ പറഞ്ഞല്ലോ, റിവിഷനിൽ പറയുന്ന എല്ലാ ഏരിയയിലും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ അത്ര റിലവൻ്റ് ആക്കി പിന്നെ സാർ എന്തിനാ കഷ്ടപ്പെട്ട് ഇതിപ്പോൾ പഠിപ്പിക്കുന്നത്? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ പഠിപ്പിക്കുന്നത് എന്താണ്, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ക്വിക്ക് റിവിഷൻ എന്ന് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്ത് അത് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നിന്നൊക്കെ ചോദ്യം വരാം. അതുകൊണ്ടൊന്ന് അറിഞ്ഞു പോകുന്നത്, അതിൻ്റെ മീനിങ് കറക്റ്റായിട്ട് മനസ്സിലാക്കി പോകുന്നത് നല്ലതാണ്. അത് പറഞ്ഞു. ഡിമാൻഡ് ഇൻസ്ട്രുമെൻറ്റും ടൈം ഇൻസ്ട്രുമെൻറ്റും. ഡിമാൻഡ് ഇൻസ്ട്രുമെൻറ്റ് വെച്ചാൽ നമ്മൾ ഡിമാൻഡ് ചെയ്യുമ്പോൾ കൊണ്ട് പ്രസൻറ്റ് ചെയ്യുമ്പോൾ പൈസ തരുന്നതാണ് നമ്മൾ ഡിമാൻഡ് ഇൻസ്ട്രുമെൻറ്റും. എന്നാൽ ഒരു മെച്യൂരിറ്റി പീരീഡിൽ അത് ഡ്യൂ ആവുന്നതിനെയാണ് നമ്മൾ ടൈം ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് അല്ലേ. പൊതുവേ ഡിമാൻഡ് എന്ന് വെച്ചാൽ 3 മാസത്തിനകത്ത് കൊണ്ട് പ്രസൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇപ്പോഴാണ് പൈസ ആവശ്യം, അപ്പോൾ കൊണ്ടുപോകാം, അതിന് നമ്മൾ അപ്പോൾ പൈസ തരും, അതിനെ ഡിമാൻഡ് ഇൻസ്ട്രുമെൻറ്റും. എന്നാൽ പർട്ടിക്കുലർ മെച്യൂരിറ്റി ഡേറ്റിലോ പർട്ടിക്കുലർ ഡേറ്റിൽ തന്നെ അത് എഫക്റ്റീവ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻറ്റ്സിനെയാണ് നമ്മൾ ടൈം ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഒന്നും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ അല്ല. ആ ഏരിയയ്ക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് വിട്ടാൽ മതി, അത്രത്തോളം എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് അല്ല. നെഗോസിയേഷൻ, ട്രാൻസ്ഫർ, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ഒന്നും എനിക്ക് തോന്നുന്നു അതൊക്കെ നമുക്ക് ബേസിക് ആയിട്ട് അറിയാവുന്ന ചില കാര്യങ്ങളേ ഉള്ളൂ. അതിൻ്റെ അകത്ത് എന്താണ് 3 രീതിയിലാണ് ഡെലിവറി, എൻഡോഴ്സ്മെൻറ്റ്, അത്രത്തോളം ഇമ്പോർട്ടൻസ് ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല ഓവറോൾ. പക്ഷേ എല്ലാ പേജും ഒന്ന് വായിച്ചു പോകുന്നില്ല. എപ്പോഴും നമ്മൾ എത്ര പ്രൈവറ്റ് ബുക്സ് റെഫർ ചെയ്താലും, എത്ര പ്രൈവറ്റ് ഓതേഴ്സിൻ്റെ ബുക്ക് റെഫർ ചെയ്താലും, എത്ര ക്ലാസ് അറ്റൻഡ് ചെയ്താലും, വിൽസാറിൻ്റെ അല്ല ലോകത്തിലെ ഏറ്റവും നല്ല ഫാക്കൽറ്റി, ഇപ്പോൾ കേരളത്തിൽ ഒത്തിരി നല്ല ഫാക്കൽറ്റീസ് ഉണ്ട് അല്ലേ, നിങ്ങൾക്ക് തന്നെ അറിയാം. കേരളത്തിൽ മാത്രമല്ല എല്ലായിടത്തും, എസ്പെഷ്യലി കേരളത്തിൽ ഇപ്പോൾ ഒരുപാട് പേര് നല്ല രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട്. എന്ത് നിങ്ങൾ വായിച്ചാലും എന്ത് നിങ്ങൾ പഠിച്ചാലും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ എപ്പോഴും 2-3 പ്രാവശ്യം റിവൈസ് ചെയ്യണം. 1. 2 ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ RTP, മോക്ക് ടെസ്റ്റ് പേപ്പേഴ്സ്, MCQ മോക്ക് എല്ലാം ട്രൈ ചെയ്യണം. കാരണം നമ്മൾ പ്രൊഫഷണൽ കോഴ്സിന് പഠിക്കുമ്പോൾ വി ഷുഡ് അറ്റാച്ച് ടു ദ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വിഷൻ, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ത് എക്സ്പെക്ട് ചെയ്യുന്നു ആ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റിസോഴ്സസ് നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, അതും കൂടെ നല്ല രീതിയിൽ പഠിച്ചിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒന്നും അധികം സമയം ചിലവാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇവിടെ ഒന്നും അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ അല്ല. അല്ല, എന്തെങ്കിലും ഈ ഏരിയയിൽ വിട്ടു പോകുമ്പോൾ സാർ ഈ പോയിന്റ് പറഞ്ഞല്ലോ എന്നൊരു ദിവസം ചോദിച്ച് നമുക്കതിന് വേണ്ടി നമുക്ക് പ്രത്യേകം നമുക്ക് ഡിസ്കസ് ചെയ്യാം അല്ലേ. ഇനി ഞാൻ പോകുന്നത് ഇനി ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയിലോട്ടാണ് പോകുന്നത് അല്ലേ. അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ തപ്പി നടക്കുന്നത് എവിടെയാണെന്നുള്ളത്. യെസ്, പാർട്ടീസ്. ഇതും വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ള ഏരിയ അല്ല. പാർട്ടീസ് ടു നോട്ട്സ്, ബിൽസ്, ചെക്ക്, ഇതൊന്നും കയറി ദയവ് ചെയ്ത് കുറച്ച് സമയം ചിലവാക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഓവറോളായിട്ടൊന്ന് വായിച്ചു പോയാൽ മതി. ഏജൻറ്റ്, ലൈബ്രറി, ദയവ് ചെയ്ത് ഇവിടെ ഒരുപാട് സമയം ചിലവാക്കി നിങ്ങൾ എഫേർട്ട് കളയേണ്ട ആവശ്യം ഇല്ല. നമുക്കൊരു ക്വിക്ക് റിവിഷനായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ വക ഏരിയയൊന്നും ഒരുപാട് രീതിയിലൊന്നും സമയം ചിലവാക്കേണ്ട ആവശ്യമില്ല. കാരണം അത് വെറുതെ വേസ്റ്റ് ഓഫ് ടൈമാണ്. ഇതുപോലെ തന്നെ പ്രസൻറ്റേഷൻ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്താൽ മതി, വായിച്ചു വിട്ടാൽ മതി. ചില കുട്ടികൾ ചോദിക്കും, അയ്യോ സാർ ഇതെല്ലാം വിട്ടു പോകുന്നു, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം എന്തുകൊണ്ടാണ്, അഥവാ 2-3 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വായിച്ച് പോയാൽ മതി. അല്ലാതെ ഈ ഏരിയയിൽ കൂടുതൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്രയും ഏരിയ അറൗണ്ട് ഒരു 10-30 പേജ് നമുക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് റീഡ് ചെയ്ത് പോയാൽ മതി. അതിൻ്റെ അകത്ത് ഒത്തിരി വായിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിൻ്റെ അകത്തിന് എന്തെങ്കിലും ഒരു പ്രാക്ടിക്കൽസ് ചോദിച്ചു എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുന്നതല്ല. ഇവിടെ ഒരു ഏരിയ നല്ലൊരു ഏരിയയാണ്, ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയയാണ് ഈ മെറ്റീരിയൽ ആൾട്രേഷൻ എന്ന് പറയുന്നത്. പൊതുവെ എക്സാമ്പിൾ ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയയാണ്. എന്താണ് മെറ്റീരിയൽ ആൾട്രേഷൻ? ഒരു ഇൻസ്ട്രുമെൻ്റിൻ്റെ കാതലായ സ്ഥലങ്ങൾ ആരെങ്കിലും മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മളെന്ന് പറയുന്നത് മെറ്റീരിയൽ ആൾട്രേഷൻ.
മെറ്റീരിയൽ ആൾട്രേഷൻ്റെ വാക്കുണ്ട്. മെറ്റീരിയൽ ആൾട്രേഷൻ എന്ന് വെച്ചാൽ മെയിൻ ആയിട്ടുള്ള ഏരിയയിലായിരിക്കും ആൾട്ടർ ചെയ്യേണ്ടത്. മെറ്റീരിയൽ ആൾട്രേഷൻ എന്ന് വെച്ചാൽ എന്താ, അതിൻ്റെ ലാംഗ്വേജ് മാറ്റുന്നു, അതിൻ്റെ ബിസിനസ് എഫക്റ്റ് മാറ്റുന്നു, ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ കാതലായിട്ടുള്ള എഫക്റ്റിനെ തന്നെ മാറ്റുന്നതിനെയാണ് നമ്മളെന്ന് പറയുന്നത് എന്താണെന്ന് പറയുന്നത് മെറ്റീരിയൽ ആൾട്രേഷൻ എന്ന് പറയുന്നത്. ഇത് കണ്ടോ, ഇൻസ്ട്രുമെന്റ് സ്റ്റഡി മെറ്റീരിയൽ തന്നെ വളരെ ക്ലിയർ ആയിട്ട് എൻ്റെ അത് എഴുതിയിട്ടുണ്ട് അല്ലേ. ഈ പാരഗ്രാഫ് നല്ലതിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ നോക്കിയിരിക്കണം. ഇതിൻ്റെ അത് വളരെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ടെന്നാണ് എഴുതിയിരിക്കുന്നത്. നോക്കാം. Alteration must be material. An alteration is material which in any way which alters the operation of the instrument. Any alteration is material which alters the business effect of the instrument. അതിൻ്റെ എഫക്റ്റിനെ മാറ്റുന്നു, അതിൻ്റെ ബിസിനസ് പർപ്പസിനെ മാറ്റുന്നു. It speaks a different language, വാക്കുണ്ടോ, which causes to speak a different language in it. അതായത് അതിൻ്റെ ഒരു ലീഗൽ ഇമ്പാക്റ്റിനെ പോലും ബാധിക്കുന്ന, അതിൻ്റെ ഒരു ഭാഷയെ പോലും ബാധിക്കുന്ന ഈ കാതലായ ഏരിയയിൽ മാറ്റുമ്പോഴാണ് നമ്മൾ അതിനെന്ന് പറയുന്നത് മെറ്റീരിയൽ ഓൾട്രേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നിന്നൊരു ക്വസ്റ്റ്യൻ പൊതുവെ കുട്ടികളെ എക്സ്പെക്ട് ചെയ്യാം, നല്ല രീതിയിൽ നോക്കുക. നമുക്ക് എന്തൊക്കെയാണ് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. വാട്ട് എമൗണ്ട്സ് ടു, അല്ലെങ്കിൽ വിട്ട് ആർ ദ കാറ്റഗറീസ് വിച്ച് എമൗണ്ട്സ് ടു മെറ്റീരിയൽ ഓൾട്രേഷൻ. ഡേറ്റ് മാറ്റുക, കാരണം ഡേറ്റ് അറിയാലോ, ഡ്യൂ ഡേറ്റുമായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡേറ്റ് തിരുത്തി എഴുതുക. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ബില്ലിലൊക്കെയാണ് ഉണ്ടെങ്കിൽ അത് മാറ്റി എഴുതുക. എമൗണ്ട് പറയേണ്ട ആവശ്യമേ ഇല്ല അല്ലേ, എമൗണ്ട് മാറ്റി എഴുതുക. ടൈം, മെച്യൂരിറ്റി പീരീഡ് മാറ്റി എഴുതുക. അതുപോലെ തന്നെ പ്ലേസ് ഓഫ് പേയ്മെൻറ്റ് അത് മാറ്റി എഴുതുക. അതുപോലെ തന്നെ എന്താണ്, പാർട്ടീസിൻ്റെ പേര്, ഒരാളുടെ പേര് ടു ബിലു എന്നാണ്, ബിലു കമ അഞ്ചു കമ എന്ന് എഴുതുക, അപ്പോൾ അവിടെ മാറ്റി എഴുതുക. അതുപോലെ തന്നെ എന്താണ്, അതിന് മെറ്റീരിയൽ ആയിട്ടുള്ള ഏരിയയിൽ കീറുക അല്ലെ, മെറ്റീരിയൽ ആൾട്രേഷൻ. ആ പൈസ എഴുതിയിരിക്കുന്ന സ്ഥലത്ത് അതിന് ടീർ ചെയ്യുക. അല്ലെങ്കിൽ കീർ ചെയ്യുമ്പോൾ 50,000 എന്ന് എഴുതിയത് വലിച്ച് കീറിപ്പോൾ ചിലപ്പോൾ 5,000 കുറഞ്ഞു വരാം അല്ലേ. അപ്പോൾ ഇങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് നമ്മളെന്ന് പറയുന്നത് മെറ്റീരിയൽ ആൾട്രേഷൻ. സോ യു ഹാവ് ടു സ്റ്റഡി which are the categories of material, അല്ലെങ്കിൽ what amounts to material alteration. അതുപോലെ തന്നെ വാട്ട് ഡസ് നോട്ട് എമൗണ്ട് ടു മെറ്റീരിയൽ ആൾട്രേഷൻ കൂടെ നോക്കിയിരിക്കുന്നതല്ല. അതിന് 1-2 കേസസ് ഒക്കെ പറയുന്നു. ഫോർ എക്സാമ്പിൾ എന്താണ്, അൺഇൻറ്റൻഷണൽ ആയിട്ട് നമുക്കൊരു ഇൻറ്റൻഷണൽ ആക്സിഡൻ്റലി കീറിപ്പോകുന്നു, അല്ലെങ്കിൽ ആക്സിഡൻ്റലി സംഭവിക്കുന്നു. അതുപോലെ തന്നെ എന്താണ്, നമ്മൾ ഒരു ക്ലറിക്കൽ എറർ പറ്റുന്നു, അല്ലെങ്കിൽ മിസ്റ്റേക്ക് വരുന്നു. അപ്പോൾ അവിടെയൊക്കെ നമ്മളൊന്ന് ഇനിഷ്യൽ ചെയ്താൽ മതി. കണ്ടിട്ടില്ല, ചെറിയൊരു ഇപ്പോൾ എന്താണ് വേർഡിൽ എഴുതുമ്പോൾ 50,000 only എന്ന് എഴുതുമ്പോൾ 50 എന്ന വാക്ക് തെറ്റിപ്പോയി സ്പെല്ലിങ്. അപ്പോൾ നമ്മളവിടെ കറക്റ്റായിട്ട് എഴുതിയിട്ട് സൈഡിൽ സൈൻ ചെയ്താൽ മതി. അപ്പോൾ കാരണം എറർ പറ്റിയതാണ്, അതൊരു ക്ലറിക്കൽ മിസ്റ്റേക്ക് പറ്റി, ടിപ്പോഗ്രാഫിക്കായിട്ട് നമുക്ക് മിസ്റ്റേക്ക് പറ്റിയതാണ്. അതുപോലെ തന്നെ ക്രോസിങ് എന്താണ്, ഓപ്പൺ ക്രോസിങ്ങിനെ നമ്മൾ എന്ത് ചെയ്യുക, സ്പെഷ്യൽ ക്രോസിങ് ആക്കി മാറ്റുക. അപ്പോൾ അങ്ങനത്തെ. അപ്പോൾ എന്താ സാർ പറഞ്ഞു, ഈ ഏരിയ എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ഡു യു മീൻ ബൈ മെറ്റീരിയൽ ഓൾട്രേഷൻ, വാട്ട് ആർ ദ എക്സാമ്പിൾസ് ഓഫ് മെറ്റീരിയൽ ഓൾട്രേഷൻ, ആൻഡ് വാട്ട് ആർ ദ എക്സാമ്പിൾസ് ഓഫ് വിച്ച് ആർ നോട്ട് ആർ മെറ്റീരിയൽ ഓൾട്രേഷൻ. ഇത് നല്ല എന്ത് ചെയ്യണം, നിങ്ങൾ നോക്കിയിരിക്കണം. ഇവിടെ നിന്നൊരു കാര്യം, ഒരു ചോദ്യം ഞാൻ ഗ്യാരണ്ടി തരുന്നു. അപ്പോൾ ആ ഏരിയസൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നല്ല രീതിയിൽ നോക്കുന്നു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഏരിയയാണ് ഡിസോണ്ടറിങ് ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. ഡിസോണ്ടറിങ് 3 രീതിയിലാണ് ഡിസോണ്ടറിങ് വരുന്നത്. ഇവിടെ 2 ഉള്ളൂ, പക്ഷേ പിന്നെ നോക്കുമ്പോൾ 3 രീതിയിലാണ് വരുന്നത്. ഒന്ന് നോൺ അക്സെപ്റ്റൻസ്, നോൺ പേയ്മെൻറ്റ്. നോൺ പേയ്മെൻറ്റ് അകത്താണ് ഞാൻ പറയുന്നത് ഇൻസഫിഷ്യൻറ്റ് ഫണ്ട് എന്നൊരു ഏരിയ ഉണ്ട്, ലാസ്റ്റിൽ നമ്മൾ നോക്കും. എങ്കിലും ഈ ഒരു ഏരിയ രണ്ടാമത്തെ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ ഏറ്റവും രണ്ടാമത്തെ ഒരു ഘട്ടം എന്ന് പറയുന്നത് ഡിസോണ്ടറിങ് ആണ്. ഒരു ക്വസ്റ്റൻ എപ്പോഴും എക്സ്പെക്ട് ചെയ്യാനുള്ള ഏരിയയാണ് ഡിസോണ്ടറിങ് ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്, എസ്പെഷ്യലി നോൺ അക്സെപ്റ്റൻസ് കൊണ്ടോ നോൺ പേയ്മെൻറ്റ് കൊണ്ടോ ഇൻസഫിഷ്യൻറ്റ് ഫണ്ട് കൊണ്ടോ വരുന്നത് നോക്കുക. അപ്പോൾ ഈ ഏരിയ നല്ല എന്ത് ചെയ്യണം, നമ്മൾ നോക്കിയിരിക്കണം. അപ്പോൾ എന്തൊക്കെയാണ്, ജസ്റ്റ് ജനറൽ ആയിട്ട് വേണമെങ്കിൽ പറയാം. അക്സെപ്റ്റ് ചെയ്യുന്നില്ല അല്ലേ, ഡിസ്കൗണ്ട് ഞങ്ങളോ പ്രത്യേകിച്ച് ചെക്ക് അക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. മറ്റുള്ള ഇൻസ്ട്രുമെന്റ്സ് എന്ത് ചെയ്യണം, നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു അക്സെപ്റ്റൻസ് ഇല്ലാതെ അത് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല. നിങ്ങൾക്കറിയില്ല, കോൺട്രാക്ട് ജനറേറ്റ് ചെയ്യണമെങ്കിൽ ഓഫർ ഉണ്ടാവണം, അക്സെപ്റ്റ് ഉണ്ടാവണം. അപ്പോൾ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാത്ത ഇൻസ്ട്രുമെന്റ് ആണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അത് ഡിസ്കൗണ്ടർ ആവും. അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫേമസ് ഡിസ്കൗണ്ടർ ബൈ നോൺ പേയ്മെന്റ് ആണ്. എ പ്രോമിസ് നോട്ട്, എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ചെക്ക് ഈസ് സെഡ് ടു ബി ഡിസ്കൗണ്ടഡ് ബൈ നോൺ പേയ്മെന്റ് വെൻ ദ മേക്കർ ഓഫ് ദ നോട്ട്, acceptor of the bill or drawee of the check makes default in payment. അല്ലേ, ഞാൻ പറഞ്ഞില്ലേ, ഡി ബാങ്കിൽ പോകുന്നു, ഡി ഐശ്വര്യമായിട്ട് ബാങ്കിൽ പോകുന്നു, ദാ നോക്കുന്നു പൈസയില്ല, ഡിസോണ്ടറായി. അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്ത ഒരാൾ ബില്ല് കൊണ്ട് അക്സെപ്റ്ററിന് കൊടുക്കുന്നു, അദ്ദേഹം പറഞ്ഞു ഇത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നത് ശരിയാണ്, പക്ഷെ പേ ചെയ്യാൻ പറ്റില്ല. ശരിയല്ലേ? അപ്പം ഇങ്ങനെ പേയ്മെൻറ്റ് സമയത്ത്, ഡ്യൂ ആവുന്ന സമയത്ത് പേയ്മെൻറ്റ് തന്നില്ലെങ്കിൽ അതിനെയാണ് നമ്മൾ ഡിസോണർ ബൈ നോൺ പേയ്മെൻറ്റ് എന്ന് പറയും. അപ്പോൾ ഈ ഒരു ഏരിയ കുറച്ച് റിസ്ക് ഏരിയ നല്ല എന്ത് ചെയ്യണം, നമ്മളൊന്ന് നോക്കി വെക്കണം അല്ലേ. പക്ഷേ ഡിസോണർ ആകുമ്പോൾ സ്വാഭാവികമായിട്ടുള്ളൊരു കീഴൊക്കെ വെച്ചാൽ ഡിസോണർ ആയി എന്നുള്ള നോട്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്, നമ്മൾ ഡിസോണർ ആയി എന്നുള്ള ഫാക്ട് നമ്മൾ മനസ്സിലാക്കി ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പൈസ തരാനുള്ള ഡ്രോയറിനെ നമ്മൾ അറിയിക്കുകയും അദ്ദേഹം അതിനുള്ള റെമഡിയൽ മെഷർ ചെയ്തില്ലെങ്കിൽ അത് മറ്റുള്ള നിയമക്കുരുക്കിലോട്ട് പോകും അല്ലേ, നിങ്ങൾക്കറിയാം. അപ്പോൾ ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ഏരിയ. അപ്പോൾ അക്സെപ്റ്റ് ചെയ്യാതെ ഡിസോണ്ടർ ആവാം, അതുപോലെ പേ ചെയ്യാതെ ഡിസോണ്ടർ ആവാം. പിന്നെ ഇൻസഫിഷ്യൻ ഫണ്ട് ഇല്ലാത്തതിൻ്റെ ഒരു കേസിനെ കുറിച്ച് ചെക്കിൻ്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഈ ഒരു ഏരിയ കമ്പാരിറ്റീവ്ലി ക്വിക്ക് റിവിഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. നമ്മൾ എന്ത് ചെയ്യണം, നല്ല നമ്മൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്യണം, നമ്മൾ നോട്ട് ചെയ്ത് പഠിക്കേണ്ട ഒരു ഏരിയ. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മറ്റൊരു ഏരിയ, ഇങ്ങോട്ടുള്ള കുറച്ച് ഏരിയാസ് കുറച്ചുകൂടി നല്ല പഠിക്കണം. ഞാൻ പറഞ്ഞല്ലോ, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് പഠിക്കും, പൊതുവെ കുട്ടികൾ ബില്ലും ചെക്കും എന്താ പറയുക, അതുപോലെ തന്നെ എന്താണ് നോട്ടിൻ്റെയൊക്കെ ഡിഫറൻസ് ഒക്കെ പഠിച്ച് കഴിയുമ്പോൾ തന്നെ തളരും. എന്നാൽ അവിടെ തളരരുത്, അവിടെ അല്ല ക്വസ്റ്റ്യൻസ് വരുന്നത്. അത് ബേസിക്സ് ആണ്, ജസ്റ്റ് വായിച്ചു പോവുക. പക്ഷെ അങ്ങോട്ടുള്ള അഡ്വാൻസ് ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത് വരുന്നത്.
ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അടുത്തൊരു അഡ്വാൻസ്ഡ് ഏരിയ ആണ്, നോട്ടിങ് ആൻഡ് പ്രൊട്ടസ്റ്റിംഗ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഏരിയ ആണ് നോട്ടിങ്ങും പ്രൊട്ടസ്റ്റിങ്ങും. പൊതുവെ ഇങ്ങോട്ടൊന്നും കുട്ടികൾ എത്താറില്ല, പക്ഷെ അതല്ല, ഇങ്ങോട്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏരിയാസ് നല്ല രീതിയാണ് പഠിച്ചിരിക്കണം. സെക്ഷൻ 99 ആണ് നോട്ടിങ്. എന്താണ് തൊട്ടുമുമ്പേ നമ്മൾ പറഞ്ഞു ഡിസോണർ ആവുന്നത്. ഡിസോണർ എന്ന് നിങ്ങൾ പറഞ്ഞാൽ പോരല്ലോ അല്ലേ, കാരണം അതിന് നിയമപരമായിട്ടൊരു എഫക്റ്റ് ഉണ്ട്, അത് ക്രിമിനൽ കേസായി പോകും. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഡിസോണർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ നോട്ട് ചെയ്യണം. നോട്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്, ഒരു നോട്ടറി പബ്ലിക് എന്ന് പറയും അല്ലേ, അഡ്വക്കേറ്റ്സിൽ തന്നെ നോട്ടറി പരീക്ഷ പാസ്സായിട്ടുള്ള പ്രത്യേകിച്ചുള്ള ആൾക്കാരെയാണ് നമ്മളെന്ന് പറയുന്നത് നോട്ടറി എന്ന് പറയുന്നത്. അവരുടെ അടുത്ത് കൊണ്ടുപോയി ഈ ഫാക്റ്റ് അല്ലെങ്കിൽ ബാങ്കോ അല്ലെങ്കിൽ പേയോ ഈ പറഞ്ഞ ഡ്രോയോ തരുന്നില്ല എന്നുള്ള ഫാക്റ്റ് നോട്ട് ചെയ്ത് അവരൊരു റിപ്പോർട്ട് പോലെ ഉണ്ടാക്കും. അതിനെയാണ് നമ്മളെന്ന് പറയുന്നത് നോട്ടിങ് എന്ന് പറയുന്നത്. സോ ഡിസോണർ ഷുഡ് ബി ബേസിക്കലി നോട്ടഡ്. അത് നോട്ട് ചെയ്ത് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഒരു ലീഗൽ ഡോക്യുമെൻ്റ് ആക്കി അതിൻ്റെ ഫാക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പ്രോപ്പർ പ്രോസസ്സ് ഉണ്ടാക്കണം. അപ്പോൾ അതിനെയാണ് ആ നോട്ടിങ്ങിൽ എന്തൊക്കെ കാണും, സെക്ഷൻ 90 പ്രകാരം പറയുന്നുണ്ട്. ദ ഫാക്ട് ഓഫ് ഡിസോണർ, ഇങ്ങനെ ഡിസോണറായി എന്നുള്ളത് എഴുതും. ഡേറ്റ് ഓഫ് ഡിസോണർ, വളരെ ഇമ്പോർട്ടൻ്റ്, എന്ന് ഡിസോണറായി, റീസൺസ് ഫോർ ഡിസോണർ എന്താണ്, അത് അക്സെപ്റ്റ് ചെയ്യാത്തതുകൊണ്ടാണോ പേ ചെയ്യാത്തതുകൊണ്ടാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയും. സോ ആയിട്ട് നോട്ടറിയുടെ ചാർജും അതിൻ്റെ സ്റ്റാമ്പും സീലും ഒക്കെ ആണ്. ഇങ്ങനെ നോട്ടറി ചെയ്താൽ മാത്രമേ ഡിസോണർ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് നമുക്ക് നിയമപരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആക്ഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ പ്രൊട്ടസ്റ്റ് എന്ന് പറയും സെക്ഷൻ 100. നോട്ടിങ്ങിൻ്റെ തന്നെ കൂടെ വരുന്നതാണ് പ്രൊട്ടസ്റ്റ്. എന്താണ് പ്രൊട്ടസ്റ്റ് എന്ന് വെച്ചാൽ, അത് റീസണബിൾ ടൈമിൽ തന്നെ ഈ നോട്ട് ചെയ്തതിനെ തന്നെ, നോട്ടറൈസ് ചെയ്ത റിപ്പോർട്ടിനെ ഒരു സർട്ടിഫിക്കറ്റ് എടുത്ത് തരും. അതായത് ഇന്ന ദിവസം ഇത് ഡിസോണറായി എന്ന് പറഞ്ഞ ഫാക്ട്സിനെ നമ്മൾ എഴുതി വെച്ചിട്ടുള്ള നോട്ടിങ്ങിൽ നിന്നും അതിനൊരു സർട്ടിഫിക്കറ്റ് ആയിട്ട്, ഡിസോണർ ചെയ്തു എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആയിട്ട് നോട്ടറി പബ്ലിക് ഇഷ്യൂ. അപ്പോൾ നോട്ടിങ് ആൻഡ് പ്രൊട്ടസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരേ സംഭവത്തിന് രണ്ട് ഫേസിനെയാണ് പറയുന്നത്. ഒരു ഫേസിൽ അതിന് റിപ്പോർട്ട് ഉണ്ടാകുന്നു, മറ്റേ ഫേസിൽ അതിനൊരു സർട്ടിഫിക്കറ്റ് എടുത്ത് തരുന്നു. ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് വെൻ ഇറ്റ് കംസ് ടു ഡിസോണർ. അപ്പോൾ അതിൻ്റെ കണ്ടന്റിനെ കുറിച്ച് പറഞ്ഞു, ആ ഇൻസ്ട്രുമെന്റിനെ കുറിച്ചും അതിൻ്റെ നെയിം, ആര്, എപ്പോൾ, എങ്ങനെ, ഏത് സമയത്തിൽ കണ്ടിട്ടില്ല, ഒരു സർട്ടിഫിക്കറ്റ് തരത്തില്ല, ഒരു സംഭവം നടന്നതിൻ്റെ, അങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു ഏരിയ കമ്പാരിറ്റീവ്ലി എക്സാം പർപ്പസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ബെറ്റർ സെക്യൂരിറ്റിക്കും ഈ ഒരു കേസ് നാളെ കാലത്ത് നിങ്ങൾ ഡ്രോ ചെയ്യുകയോ അല്ലെങ്കിൽ പേ ചെയ്യുകയോ അല്ലെങ്കിൽ ആ ബാങ്കിനോ നിങ്ങൾ നിയമപരമായിട്ട് ആക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം, ഇതിന് മാൻഡേറ്ററി ആയിട്ട് എന്തിരിക്കണം, നമ്മൾ നോട്ട് ചെയ്ത് അതിന് നോട്ടറി പബ്ലിക് അഡ്വക്കേറ്റിന് കൊണ്ടുപോയി നോട്ട് ചെയ്ത് അതിന് നമ്മൾ റിപ്പോർട്ട് ഉണ്ടാക്കി അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഒരു സർട്ടിഫിക്കറ്റ് ആയിട്ട് അതിനെ എന്ത് ചെയ്യണം, വെച്ചേക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നിയമപരമായിട്ട് അതിന് എന്ത് ചെയ്യാൻ വേണ്ടി ഫ്യൂച്ചറിൽ ടേക്കപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ അതിൻ്റെ അകത്ത് വളരെ ക്ലിയർ ആയിട്ട് ഈ ഡിസ്റ്റിങ്ഷൻ, ഈ പാരഗ്രാഫ് നോക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു പേജ് നോക്കുന്നുണ്ട്, വളരെ ക്ലിയർ ആയിട്ട് അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് നോട്ടിങ്ങും പ്രൊട്ടക്ഷനും ഡിഫറൻസ് എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഡിസോണർ ആവുമ്പോൾ ഒരു നിയമപരമായിട്ടൊരു പൗരന് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് നോട്ടിങ്ങും പ്രൊട്ടസ്റ്റിങ്ങും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു റീസണബിൾ ടൈം. അപ്പോൾ അവിടെ ആ ഏരിയ മതി. ഇനി അടുത്തൊരു വളരെ ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ് ക്രോസിംഗ് ഓഫ് ചെക്ക് എന്ന് പറയുന്നത്. ഒരു ചെക്ക് ലീഫ് എടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ പേ, അതായത് ഒബ്വിയസ്ലി ബാങ്കർ ആയിരിക്കില്ല ചെക്കിൻ്റെ കേസിൽ, അതിന് ബാങ്കിന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷനെയാണ് നമ്മളെന്ന് പറയുന്നത് ക്രോസിംഗ് എന്ന് പറയുന്നത്. അതായത് ആ ചെക്കിൻ്റെ ഫേസിൽ തന്നെ, ചെക്കിൻ്റെ മുഖത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ബാങ്കിന് ചില ഇൻസ്ട്രക്ഷൻ കൊടുക്കും. ഇത് എങ്ങനെ പേ ചെയ്യണം, ആർക്ക് പേ ചെയ്യണം, ഏത് വഴിയെ പേ ചെയ്യണം, ഏത് ബാങ്ക് കൊണ്ടുവഴി പേ ചെയ്യണം എന്നതിനെ നമ്മൾ ഒരു വരച്ച അല്ലെങ്കിൽ ഗ്രാഫിക്കലായിട്ട് നമ്മൾ പറയുന്നതിനാണ് നമ്മൾ ക്രോസിംഗ് എന്ന് പറയുന്നത് അല്ലേ. ചെക്കിൻ്റെ ഇടത്തെ മൂലയിൽ അങ്ങ് മുകളിലായിട്ട്, ചെക്കിൻ്റെ ഇടത്തെ വശം മുകളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡബിൾ ലൈൻ ചരിച്ച് വരയ്ക്കും. ട്രാൻസ്വേഴ്സ് ലൈൻ എന്ന് പറയും, ചരിച്ച് വരയ്ക്കുന്നതിനാണ് നമ്മളെന്ന് പറയുന്നത് ക്രോസിംഗ്. അങ്ങനെ വരച്ചാൽ അതിനർത്ഥം അതൊരിക്കലും ആ പൈസ കൗണ്ടറിൽ കൊടുക്കരുത്, ക്യാഷ് കൗണ്ടറിൽ കൊടുക്കരുത്. അതാണ് ജനറൽ ക്രോസിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് അക്കൗണ്ടിൻ്റെ പേര് എഴുതും. എങ്ങനെയെങ്കിൽ അക്കൗണ്ട് പേ എന്ന് എഴുതിയാൽ അക്കൗണ്ട് വഴിയേ അത് കൊടുക്കാവൂ. ഒരു പർട്ടിക്കുലർ ഒരു കമ്പനിയുടെ പേര് എഴുതി ആ കമ്പനിക്ക് അത് കൊടുക്കാവൂ. ഒരു പർട്ടിക്കുലർ പേര്, ഫോർ എക്സാമ്പിൾ ക്രോസ് ചെയ്തിട്ട് അഞ്ജു ബാങ്ക് ഓഫ് ബറോഡ ബാങ്ക് അക്കൗണ്ട് നമ്പർ എന്ന് എഴുതുന്നുണ്ടെങ്കിൽ അഞ്ജുവിൻ്റെ ബാങ്ക് ഓഫ് ബറോഡയിലെ ഇന്ന അക്കൗണ്ടിലെ ഈ അക്കൗണ്ടിൽ മാത്രമേ അത് പേ ചെയ്യാവൂ. ഞാൻ പറഞ്ഞ മനസ്സിലായില്ല. അങ്ങനെ ബാങ്കിന് ചെക്കിൻ്റെ ഫേസിൽ തന്നെ പതിപ്പിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്ന ചില ഇൻസ്ട്രക്ഷനെയാണ് നമ്മൾ ട്രഡീഷണൽ ആയിട്ട് ക്രോസിംഗ് എന്ന് പറയുന്നത്. ക്രോസ് ചെയ്യുന്ന എങ്ങനെയാണ്, ചെക്കിൻ്റെ ഇടത്തെ അറ്റം മുകളിലായിട്ട് ചരിച്ച് രണ്ട് വര വരയ്ക്കും. ഒരു കാര്യവും അതിൻ്റെ അകത്ത് എഴുതാതെ രണ്ട് വര മാത്രം വരച്ചാണെന്നുണ്ടെങ്കിൽ അതിന് ജനറൽ ക്രോസിംഗ് എന്നും, അതിൻ്റെ അകത്ത് നിങ്ങൾ നോട്ട് നെഗോഷ്യബിൾ, അക്കൗണ്ട് പേ, അക്കൗണ്ട് നമ്പറിൻ്റെ പേര്, ഒരാളുടെ പേര് അങ്ങനെ എഴുതുകയാണെങ്കിൽ നമ്മൾ അതിനെ സ്പെഷ്യൽ ക്രോസിംഗ് എന്ന് പറയും. ഈ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാം പർപ്പസിൽ. അതുകൊണ്ട് നല്ല എന്ത് ചെയ്യുക, എനിക്ക് തോന്നുന്നു ഇൻസ്റ്റിറ്റ്യൂട്ട് വളരെ നല്ല തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് സ്റ്റഡി മെറ്റീരിയൽ. ജനറൽ ക്രോസിംഗ് എന്താണ്, സ്പെഷ്യൽ ക്രോസിംഗ് എന്ന്, അക്കൗണ്ട് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള പരിപാടി എന്ന് വെച്ചാൽ രണ്ട് വര വരച്ചിട്ട് അക്കൗണ്ട് പേ ആൻഡ് നോട്ട് നെഗോഷ്യബിൾ എന്ന് എഴുതി കഴിഞ്ഞാൽ അക്കൗണ്ട് വഴിയേ പൈസ പോവും. ആ ഇൻസ്ട്രുമെന്റ് ഇനി മുതൽ നെഗോഷ്യബിൾ കിട്ടത്തില്ല, പിന്നെ അത് ആർക്കും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരാൾക്ക് വലിയൊരു എമൗണ്ട് 1 കോടി രൂപ കൊടുക്കുകയാണെങ്കിൽ, ചെക്ക് കൊടുക്കുകയാണെങ്കിൽ എപ്പോഴും എൻ്റെ അടുത്ത് ചോദിച്ചാൽ സേഫ് ആയിട്ട് ക്രോസ് ചെയ്യുന്നെങ്കിലും ചോദിച്ചാൽ ഡബിൾ ലൈൻ വരയ്ക്കുക,
അതിൻ്റെ അകത്ത് അക്കൗണ്ട് പേ എന്ന് എഴുതുക, അക്കൗണ്ട് വഴി അത് കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ നോട്ട് നെഗോഷ്യബിൾ നമ്മൾ എഴുതി വെച്ചാൽ ഇനി ആ ഇൻസ്ട്രുമെന്റ് വാലിഡിറ്റി അല്ല, നെഗോഷ്യബിലിറ്റി നഷ്ടപ്പെട്ടു പോകും, പിന്നെ അതിന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല, ഇനി ഒരു ബെറ്റർ ടൈറ്റിൽ വേറെ ആർക്കും കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് എപ്പോഴും സേഫസ്റ്റ് ആയിട്ടുള്ള ക്രോസ് ചെയ്യുമെന്ന് ചോദിച്ചാൽ അങ്ങനെ ക്രോസ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ഏരിയ കമ്പാരിറ്റീവ്ലി എക്സാം പർപ്പസിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ചോദ്യം, ആർക്ക് ക്രോസ് ചെയ്യാൻ പറ്റും? ഡ്രോയറിന് ക്രോസ് ചെയ്യാം, ഹോൾഡറിന് ക്രോസ് ചെയ്യാം, ബാങ്കറിന് പോലും എന്ത് ചെയ്യാം? ക്രോസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ കൗണ്ടർ നിൽക്കുന്ന ആളെ കാണുമ്പോൾ ഒരു ഡൗട്ട് തോന്നുന്നു, എന്തെങ്കിലും സംശയം തോന്നുന്നു, അയാൾ ജെന്യൂൻ ആണെന്ന് തോന്നുകയാണെങ്കിൽ ബാങ്കിന് ഡബിൾ ലൈൻ വരയ്ക്കാം. അതിനർത്ഥം അത് അക്കൗണ്ട് വഴി നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കും. അപ്പോൾ ബേസിക്കലി മനസ്സിലാക്കേണ്ടത് ക്രോസിംഗ് ഈസ് എ ഇൻസ്ട്രക്ഷൻ ഗിവൺ ബൈ ദ ഡ്രോയർ ടു ദ പേ. അത് പല ടൈപ്പ് ഉണ്ട്, അതാണ് അതിൻ്റെ അകത്ത് ഡിസ്കസ്. ജനറൽ ആയിരിക്കാം, അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിരിക്കും, ഒരു ബാങ്ക് വഴിയായിരിക്കും, ഒരു ബാങ്ക് കൊണ്ട് വഴിയായിരിക്കും, അതിൻ്റെ കാര്യങ്ങൾ നോക്കി പോവാം. അപ്പോൾ ഒരു ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് ബാങ്കിനെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. കാരണം ആ ചെക്കിന്റെ ഫേസിൽ പറഞ്ഞിട്ടുള്ള ക്രോസിംഗ് ഇൻസ്ട്രക്ഷനെ ബേസ് ചെയ്തിട്ട് ബാങ്ക് കൊടുത്താൽ ബാങ്കിന് നാളുകാലത്ത് എന്ത് വരത്തില്ല, ലയബിലിറ്റി വരത്തില്ല. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നല്ല നോക്കി പോവാം. എന്തെങ്കിലും വീണ്ടും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുട്ടികൾക്ക് അറിയാം ചെക്ക് കേസ് എന്ന് പറയും അല്ലേ, അതാണ് നമ്മൾ പ്രത്യേക ഡിസോർഡർ. നേരത്തെ ഞാൻ പറഞ്ഞു ഡിസോർഡർ 3 ടൈപ്പാണുള്ളത്. ഒന്ന് എന്താണ്, നോൺ അക്സെപ്റ്റൻസ്, അടുത്ത് നോൺ പേയ്മെന്റ്, അടുത്ത് എന്താണ്, ഇൻസഫിഷ്യൻസ് ഓഫ് ഫണ്ട്. കാരണം ബാങ്കിൽ 4000 രൂപയുള്ളൂ, ഞാൻ 25,000 ചെക്ക് കൊടുത്തു, ഇത് വളരെ ഡേഞ്ചറാണ് അല്ലേ. അപ്പോൾ അതിന് പ്രത്യേകം പ്രൊവിഷൻ കമ്പനീസ് ആക്ടിലുണ്ട്. ഇൻസഫിഷ്യൻറ്റ് ഫണ്ട് കാരണം ചെക്ക് ഡിസോണർ ആവുകയാണെങ്കിൽ അതിന് പ്രത്യേക നടപടികളുണ്ട്. അതാണ് സെക്ഷൻ 138 മുതൽ 142 ഡീൽ ചെയ്യുന്നത്. ഒരു ക്വസ്റ്റ്യൻ ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ എന്താണ് അതിൽ പറഞ്ഞിട്ടുള്ളത്? ചെക്ക് കൊടുക്കുമ്പോൾ ഇൻസഫിഷ്യൻസി കാരണം, ഫണ്ട് ബാങ്കിൽ അക്കൗണ്ടിൽ പൈസ ഇല്ലാത്തത് കാരണം അത് ഡിസോണറി ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേക നിയമമുണ്ട്. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം നിങ്ങൾ ചെയ്യുന്നത് ഡ്രോയറിനെ ഉടനെ കോൺടാക്ട് ചെയ്യണം. അദ്ദേഹത്തിന് 30 ദിവസത്തിന് നമ്മൾ എന്തെങ്കിലും കത്ത് കൊടുക്കണം, എഴുതി തന്നെ റിട്ടേൺ നോട്ട് കൊടുക്കണം, ഇതിങ്ങനെ ഡിസോണറായി. അദ്ദേഹം അതിനുള്ള പേയ്മെന്റ് ആൾട്ടർനേറ്റീവായിട്ട് അറേഞ്ച് ചെയ്യാത്ത പക്ഷം നമ്മൾ അതിനെതിരെ നിയമ നടപടി എടുത്താൽ അതൊരു ക്രിമിനൽ കേസോ ചെക്ക് കേസ് എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ അല്ലേ, അത് പിന്നെ അതിൻ്റെ രീതിയിൽ നിന്ന് പോകും. അപ്പോൾ എന്തായാലും ഈ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സംഭവം വാലിഡിറ്റി പീരീഡ് ആണ്. 30 ദിവസത്തിനകത്ത് നിങ്ങൾ ഡ്രോയറിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. ഡ്രോയർ അത് തരുന്നില്ല എന്നുള്ള കാര്യം അദ്ദേഹം അതാണ്, ഇനി ഞാൻ തരത്തില്ല, അല്ലെങ്കിൽ ആൾട്ടർനേറ്റ് അറേഞ്ച് ചെയ്യുന്നില്ല, അദ്ദേഹം സെക്യൂർ ചെയ്യുന്നില്ല, അദ്ദേഹം ഗ്യാരണ്ടി തരുന്നില്ലെങ്കിൽ അത് സ്വാഭാവികമായിട്ട് കേസിൽ പോകും. അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ ഏരിയ കമ്പാരിറ്റീവ്ലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു ഏരിയയും പറഞ്ഞു കഴിഞ്ഞു. പിന്നെ കമ്പനി ഒരു ഒഫൻസ് ചെയ്യാൻ എങ്ങനെയാണ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്, കമ്പനിയെ സംബന്ധിച്ചോളം ഒരു ചെക്ക് കേസ് ആയാൽ കമ്പനിയെ പിടിച്ച് ജയിലിടാൻ പറ്റത്തില്ലോ അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഹൂവർ ഈസ് ഇൻ ചാർജ് ഓഫ് ദ കമ്പനി അല്ലേ. ഇപ്പോൾ കമ്പനി ആകുമ്പോൾ MD ആയിരിക്കാം, അല്ലെങ്കിൽ ബ്രാഞ്ച് ആണെങ്കിൽ ബ്രാഞ്ച് ഓഫീസർ ആയിരിക്കാം, അല്ലെങ്കിൽ കീ മാനേജർ പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഓഫീസർ ആയിരിക്കും. ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഇഫ് ദ പേഴ്സൺ കമ്മിറ്റിംഗ് ഇൻ ഒഫൻസ് അണ്ടർ സെക്ഷൻ 130 ഇറ്റ് ഇസ് എ കമ്പനി, എവരി പേഴ്സൺ ഹു അറ്റ് ദ ടൈം ഓഫ് ദ കമ്പനി വാസ് കമ്മിറ്റഡ്, ആ ഒഫൻസ് നടന്നപ്പോൾ വാസ് ഇൻ ചാർജ് ഓഫ് ദ കമ്പനി ആൻഡ് റെസ്പോൺസിബിൾ ഫോർ ദ കണ്ടക്ട് ഓഫ് ദ അഫയേഴ്സ്, ഒബ്വിയസ്ലി മാനേജർ ആയിരിക്കും. പിന്നെ ഡയറക്ടർ ഫിനാൻസോ അക്കൗണ്ട്സ് പ്രത്യേകം നോക്കുന്ന ആളുണ്ടെങ്കിൽ അവരും കൂടെ വരാം. എങ്കിൽ ആ ഒരു ഏരിയയും കൂടെ എന്ത് ചെയ്യണം, നമ്മൾ നല്ല രീതിയിൽ നോക്കി വെക്കണം. കാരണം ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിക്കും, ഇപ്പോൾ ബി ആൻഡ് കോ ആണ്, ഇഫ് വാട്ട് വിൽ ബി ആൻസർ ഇഫ് ദ ഒഫൻസ് ഇസ് ഡൺ ബൈ എ കമ്പനി എന്നിവിടെ എടുത്ത് വെച്ച് നമുക്ക് എന്ത് ചെയ്യും ചോദിക്കാൻ സാധ്യതയുണ്ട്. എങ്കിലും കുട്ടികളെ പിന്നെ അങ്ങോട്ട് പ്രോസിക്യൂഷനെ കുറിച്ചാണ്, അതൊന്നും വലിയൊരു ഏരിയ ഒന്നും ഇന്റർമീഡിയറ്റ് ലെവലിൽ നോക്കണ്ട. കൺസെപ്റ്റ്സും എന്ന അഡ്വാൻസ്ഡ് ഏരിയസുമായിട്ട് മാത്രം നോക്കില്ല. ട്രയൽ ചെയ്യുന്നത് എങ്ങനെയാണ്, സമ്മറി ട്രയൽ ചെയ്യണോ, അല്ലെങ്കിൽ 1 വർഷം താഴെ ജയിൽ ശിക്ഷയാണെങ്കിൽ സമ്മറി ട്രയലിൽ പോകാം. അതുപോലെ തന്നെ മജിസ്ട്രേറ്റ് ആരായിരിക്കണം, ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന് അല്ലെങ്കിൽ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് മാത്രമേ ചെക്ക് കേസ് ഏറ്റെടുക്കാൻ പറ്റൂ. അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. ഒരുപക്ഷെ ഇന്റർമീഡിയറ്റ് ലെവൽ അത്രത്തോളം എന്ത് ചെയ്യേണ്ട, ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്താണ് അപ്പോൾ സാറ് ഈ ക്വിക്ക് റിവിഷനിൽ പറഞ്ഞത്? കൺസെപ്റ്റ്സ് പറഞ്ഞു. എന്താണ് നെഗോഷിയബിൾ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പഠിക്കണം അല്ലേ. ടൈപ്സ് ഓഫ് നെഗോഷിയബിൾ ഇൻസ്ട്രുമെന്റ്സ് പഠിക്കണം. ഓരോ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിന്റെയും, പ്രോമിസറി നോട്ടിന്റെയും ബില്ലിന്റെയും അതുപോലെ തന്നെ ചെക്കിന്റെയും ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കണം. ഇത് തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കണം അല്ലേ. പിന്നെ ഇടയ്ക്ക് കുറച്ച് ഏരിയ ഉണ്ട്, അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും അക്സെപ്റ്റൻസ്, എൻഡോഴ്സ്മെന്റ്, അങ്ങനത്തെ കുറേ തിയറി ഉണ്ട് അല്ലേ, അതൊക്കെ ജസ്റ്റ് നോക്കുക. പിന്നെ കുറേ ടൈപ്പ് ഉണ്ട്, ഇൻറ്റഗ്രേറ്റഡ് ഇൻസ്ട്രുമെന്റ്, ഇൻലാൻഡ് ഇൻസ്ട്രുമെന്റ്, ഫോറിൻ ഇൻസ്ട്രുമെന്റ്, ആംബിക്വസ് ഇൻസ്ട്രുമെന്റ്, അവിടെ നിന്നൊക്കെ പുതിയൊരു ചോദ്യം വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കഴിഞ്ഞ ശേഷം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത്രയും ഇങ്ങനത്തെ ഏരിയസ് കഴിഞ്ഞ ശേഷം പിന്നെ നേരെ വന്നിരിക്കേണ്ടത് നോട്ടിംഗ് പ്രൊട്ടസ്റ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പേയ്മെന്റ് ഇൻ ഡ്യൂ കോഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ക്രോസിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഡിസോണർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസോണറിൽ എസ്പെഷ്യലി 3 ടൈപ്പ് ഉണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പ്രോസിക്യൂഷൻ സ്ഥലത്ത് പൊതുവേ അങ്ങനെ ചോദിക്കാറില്ല, എങ്കിലും ഓവറായിട്ട് നോക്കിപ്പോൾ. അപ്പോൾ ക്വിക്ക് റിവിഷൻ ഒരു സ്റ്റൈൽ മനസ്സിലായല്ലോ. നിങ്ങൾ ഏതൊക്കെ ഏരിയ കുറച്ചുകൂടി ഊന്നി പഠിക്കണമെന്നും അതിൻ്റെ ബേസിക് നോളജുമാണ് സാറ് പകർന്നു തന്നത്. നെഗോഷിയേഷൻസ് ആയിട്ട് പഠിക്കുന്ന ഒരു ആർട്ടാണ്. ഞാൻ പറഞ്ഞത് പഠിക്കാൻ ചുമ്മാ അരമണിക്കൂർ കൊണ്ട് പഠിച്ചിരിക്കാൻ പറ്റും. 2 മണിക്കൂർ ഈ സ്റ്റഡി മേറ്റിൽ നല്ല രീതിയിൽ എന്തെങ്കിലും പഠിച്ച് മനസ്സിലാക്കിയിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫാക്കൽറ്റീസിൻ്റെ, നിങ്ങളുടെ ലേൺഡ് ഫാക്കൽറ്റീസിൻ്റെ റെഫറൻസ് മെറ്റീരിയലോ ക്വസ്റ്റൻ ആൻസർ ബുക്സ് പ്രാക്ടീസ് ചെയ്യുക.
അവസാനം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ RTP ഇൻസ്റ്റിറ്റ്യൂട്ടിന് മുമ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസും നോക്കിയിട്ട് പോകാം. പൊതുവെ ഒരു ട്രിക്കി ആയിട്ടുള്ള ഒരു ഏരിയയാണ് നെഗോഷിയേഷൻ. ഭയങ്കര വോളിയം ആണല്ലേ, അറൗണ്ട് 80-85 പേജ് കൊണ്ട് പഠിക്കാൻ തന്നെ. എങ്കിലും ഇങ്ങനെ ചില ഏരിയാസ് സെലക്ട് ചെയ്ത് വെച്ച് പഠിക്കുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി പിന്നെ മറക്കരുത്, മെറ്റീരിയൽ ആൾട്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെയാണ് മെറ്റീരിയൽ ആൾട്രേഷൻ, ഏതൊക്കെയാണ് മെറ്റീരിയൽ ആൾട്രേഷൻ അല്ല. എങ്കിലും സാർ ഒരുവിധപ്പെട്ട എല്ലാ ഏരിയാസും മെയിൻ ഏരിയാസിനെയും ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. ഈ മെയിൻ ഏരിയാസ് നിർത്തി കാത് വെച്ച് കേട്ട് ഇന്നെന്തൊക്കെയാണ് സാർ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ഏരിയാസ് എന്ന് മനസ്സിലാക്കി കുട്ടികൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ പഠിക്കണം. പക്ഷേ ഇതൊരു പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ഇരിക്കുന്ന ഏരിയ. ഫോർ എക്സാമ്പിൾ കോൺട്രാക്ട് ലോയും അതുപോലെ തന്നെ നെഗോഷിയേഷൻസ് ഒരുപാട് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ABC ദിനേശ് മകേഷ് എന്നോട് ചോദിക്കും അല്ലേ. അതുകൊണ്ട് പ്രാക്ടിക്കലായിട്ട് എന്ത് ചെയ്യണം, ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് പോയാൽ മാത്രമേ ഇതിൻ്റെ അകത്ത് കുറച്ചുകൂടി മാർക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ സെക്ഷൻ നമ്പേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൻ 99, 100, അതുപോലെ 138 അല്ലേ, ഇതുപോലത്തെ സെക്ഷൻസ് നമ്പേഴ്സും കൂടെ ഒന്ന് പരീക്ഷ കഴിയുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എഫക്റ്റ് ആവും. എന്തെങ്കിലും സ്പെസിഫിക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കണ്ട. മറ്റൊരു എഡിഷനുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.